السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും വിശാലമായ, ഏറെ പ്രാധാന്യമർഹിക്കുന്ന അടിത്തറയാണ് അന്ത്യനാളിലുള്ള വിശ്വാസം, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ. ഖുർആനിലെ അനേകം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവും മാത്രം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ധാരാളം ആയത്തുകൾ അങ്ങനെയുണ്ട്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, ഇത് രണ്ടും ഇസ്ലാമിൻ്റെ സുപ്രധാനമായ അടിത്തറകളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ പരിചിതമായ, നിങ്ങൾ കേട്ട് പരിചയിച്ച ധാരാളം ഹദീസുകളിൽ ഈ വാക്ക് കാണാം: മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു എങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ, അവൻ തൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. നോക്കൂ, അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും ഇത് രണ്ടും ഇസ്ലാമിൻ്റെ സുപ്രധാനമായ അടിത്തറകളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അതാണ് എല്ലാ വിശ്വാസ കാര്യങ്ങളുടെയും അടിത്തറ. അതോടൊപ്പം പരലോകത്തിലുള്ള വിശ്വാസം മനുഷ്യനെ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹുവിനെ എല്ലാ സന്ദർഭത്തിലും ഭയപ്പെടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കാനും സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും വിശാലമായ വിഷയം, ധാരാളം വിഷയങ്ങളുടെ ആധിക്യമുള്ള, വിശദീകരണങ്ങളുള്ള, വിവരണങ്ങളുള്ള അടിത്തറയാണ് പരലോകത്തുള്ള വിശ്വാസം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പരലോക വിശ്വാസം 4 അടിത്തറകളിൽ ചുരുക്കി പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ 4 അടിത്തറകളാണ്. ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബി നഈമിൽ ഖബ്ർ വ അദാബിഹ്, ഖബറിലെ രക്ഷയും ശിക്ഷയുമായി ബന്ധപ്പെട്ട വിശ്വാസം. മരിച്ചതിന് ശേഷം ഒരാളുടെ ഖിയാമത്ത് അതോടുകൂടി ആരംഭിക്കുകയാണ്. ഒരാൾ മരിക്കുന്നതോടുകൂടി അവൻ്റെ ഖിയാമത്ത് ആരംഭിച്ചു. അപ്പോൾ അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ ഒന്നാമത്തെ ഭാഗമാണ് അൽ ഈമാനു ബി നഈമിൽ ഖബ്ർ വ അദാബിഹ്, ഖബറിലെ രക്ഷയും ശിക്ഷയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ. രണ്ടാമത്തേത് അൽ ഈമാനു ബിസ്സാഅത്തി വ അശ്റാത്തിഹ, അന്ത്യനാൾ, പ്രപഞ്ചത്തിലെ സർവ്വ മനുഷ്യരും മരണപ്പെടുന്ന ദുനിയാവിൻ്റെ അവസാന ദിവസമായ അസ്സാഅ അൽ യൗമുൽ ആഖിർ, അവസാന നാൾ, അന്ത്യനാൾ, അതിലുള്ള വിശ്വാസവും വ അശ്റാത്തിഹ, അതുപോലെ തന്നെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും. രണ്ടാമത്തെ കാര്യം അതാണ്. ഇതൊക്കെ പരലോക വിശ്വാസത്തിൽ ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തെ കാര്യം അൽ ഈമാനു ബിൽ ബഅസി വൻ നുശൂരി വൽ ഹിസാബ്, ഈ പറഞ്ഞ അന്ത്യനാൾ സംഭവിച്ചതിന് ശേഷം ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യർ വരെ അൽ ബഅസ്, അവരെല്ലാം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതാണ്, ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്, അതുപോലെ വിചാരണ ചെയ്യപ്പെടുന്നതാണ്.
അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് വളരെ വലിയ വിഷയമാണ്. മനുഷ്യരെങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, എന്നിട്ട് അവരെവിടെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക, മഹ്ഷർ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ അവിടെ വിചാരണയുടെ രൂപം എന്താണ്, അവിടെ എത്ര സമയം നിൽക്കേണ്ടി വരും, ഷഫാഅത്ത് എന്താണ്, അതുപോലെ വിചാരണ എങ്ങനെയാണ് നടക്കുക, മീസാൻ എന്താണ്, അമലുകൾ തൂക്കി നോക്കുന്ന തുലാസിനെ കുറിച്ചുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ മറ്റു പരീക്ഷണങ്ങൾ, സ്വറാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹൗദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ വിഷയത്തിൻ്റെ വിശാലത വളരെ വലുതാണ്. നാലാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, അൽ ഈമാനു ബിൽ ജസാ വൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിലും നരകത്തിലുമുള്ള വിശ്വാസം. അതായത് പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം. തിന്മ ചെയ്തവൻ അതിന് യോജിച്ച പ്രതിഫലം അവനുണ്ടായിരിക്കും. നന്മ ചെയ്തവൻ അവൻ്റെ നന്മയ്ക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടും. ഇതാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം എന്ന വിഷയത്തെ ചുരുങ്ങിയ രൂപത്തിൽ 4 അടിത്തറകളിൽ ഒതുക്കി പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഈ പറഞ്ഞതിലേക്ക് ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും. അത് മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മനുഷ്യർ മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള അവസ്ഥ, സക്കറാത്തുൽ മൗത്തിൻ്റെ വേളയിൽ മലക്കുൽ മൗത്ത് വന്നെത്തുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ ഒരാൾക്ക് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചേർത്തി പറയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്രയും പറഞ്ഞ് ഈ 4 കാര്യങ്ങൾ അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണത്? ഒന്ന്, അൽ ഈമാനു ബി നഈമിൽ ഖബർ വ അദാബിഹ്, ഖബറുമായി ബന്ധപ്പെട്ടത്. 2, അൽ ഈമാനു ബിസ്സാഅത്തി വഅശ്റാത്തിഹ, അന്ത്യനാളും അതിൻ്റെ അടയാളങ്ങളും. 3-ാമത്തെ കാര്യം, അൽ ഈമാനു ബിൽ ബഅസി വൻ നുഷൂരി വൽ ഹിസാബ്, പുനരുദ്ധാനം, വിചാരണ, മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. 4-ാമത്തേത് അൽ ഈമാനു ബിൽ ജസാഇ വൽ ജന്നത്തി വന്നാർ, പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും എന്ന കാര്യവും സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളും. ഇതെല്ലാം അന്ത്യനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പഴയ കാലഘട്ടം മുതലേ ഉലമാക്കൾ ഈ വിഷയങ്ങൾ, ഗ്രന്ഥങ്ങൾ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട വിഷയമാണിത്. ഹദീസിൻ്റെ കിതാബുകൾ എടുത്താൽ ഇതിനു മാത്രമായി അധ്യായങ്ങൾ കാണാം. എന്തിനു, വിശുദ്ധ ഖുർആനിൽ അന്ത്യനാളിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വിശദമായി പലയിടത്തും കാണാം. ഈ പറഞ്ഞതൊക്കെ, മരണം, മരണാസന്ന സമയം, കാഫറിൻ്റെ മരണം, മുസ്ലിമിൻ്റെ മരണം, മുനാഫിഖിൻ്റെ മരണം, അതുപോലെ അന്ത്യനാളുടെ അടയാളങ്ങൾ, അന്ത്യനാൾ, അതിനുശേഷമുള്ള അവസ്ഥകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കീങ്ങളുമായി നടത്തുന്ന സംസാരങ്ങൾ, മുശ്രിക്കീങ്ങൾ അവർ ആരാധിച്ചിരുന്ന ബഹുദൈവ, അവർ സ്വീകരിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളുമായ തർക്കങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ ഖുർആനിൽ വിശദമായി ചില സൂറത്തുകളിൽ അതുമാത്രം വിഷയമായി വന്നത് കാണാൻ സാധിക്കും. അൽ ഖാരിഅ പോലെ, അതുപോലെ സൂറത്തുൽ ഖിയാമയുടെ പ്രധാന ഭാഗം സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഹാഖ, സൂറത്തുൽ വാഖിഅ, ഇങ്ങനെ ധാരാളം സൂറത്തുകൾ ഈ വിഷയം തന്നെ മാത്രം ചർച്ച ചെയ്യുന്ന സൂറത്തുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഇൻഷാ അല്ലാഹ് അന്ത്യനാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾക്ക് പറയുക അശ്റാത്തുസ്സാഅ എന്നാണ്. അതല്ലെങ്കിൽ പറയും അലാമാത്തുസ്സാഅ, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ. അശ്റാത്ത് എന്ന വാക്ക് ഖുർആനിൽ തന്നെ വന്ന വാക്കാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ആ വാക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഹൽ യൻദുറൂന ഇല്ല സ്സാഅത അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാത്തുഹ. അവർ കാത്തിരിക്കുന്നത് അന്ത്യനാൾ പൊടുന്നനെ അവരുടെ മുന്നിലേക്ക് വന്നെത്തുന്നതാണോ? ഫഖദ് ജാഅ അശ്റാത്തുഹ, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ, അശ്റാത്തുകൾ വന്നെത്തിയിരിക്കുന്നു. അശ്റാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടയാളങ്ങൾ എന്നാണ്, അലാമാത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ദീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽ എണ്ണിയിട്ടുണ്ട്. അല്ലേ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഈ ദർശനം നമ്മൾ ആരംഭിച്ച മുതൽ പലതവണ നമ്മൾ പറഞ്ഞ ഹദീസാണ് ഹദീസ് ജിബ്രീൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്നെത്തിയപ്പോൾ അദ്ദേഹം 3 ചോദ്യങ്ങൾ ചോദിച്ചു. അഖ്ബർനി അനിൽ ഈമാൻ, അഖ്ബർനി അനിൽ ഇസ്ലാം, അഖ്ബർനി അനിൽ ഇഹ്സാൻ. 4-ാമത്തെ ചോദ്യം എന്തായിരുന്നു? മതസ്സാഅ, അന്ത്യനാൾ എപ്പോഴാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടാൽ ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും അതിനെക്കുറിച്ച് വിവരമില്ല. അതിപ്പോൾ ജിബ്രീൽ ചോദിക്കുന്നു, ജിബ്രീലിന് അതിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആ ചോദ്യം ഉന്നയിച്ചത്, അവിടത്തേക്കും അറിയില്ല.
യസ്അലൂന അനിസ്സാഅത്തി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ. നബി അവർ അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുന്നത് എപ്പോഴാണ്? അങ്ങേക്ക് അതിനെക്കുറിച്ച് എന്തറിയാണ്? അള്ളാഹുവിൻ്റെ അരികിലാണ് അതിൻ്റെ വിവരമുള്ളത്. ഇതൊരാൾക്കും അറിയില്ല. അള്ളാഹ് മറച്ചു വെച്ച ഇൽമുൽ ഗൈബിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അന്ത്യനാൾ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ അദ്ദേഹം ചോദിച്ചു, അഖ്ബിർനി അൻ അമാറാത്തിഹ, എങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അടയാളങ്ങൾ വിവരിച്ചു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ തൻ്റെ മുതലാളിയെ ഉടമസ്ഥനെ പ്രസവിക്കലാണ്. വഅൻ തറൽ ഹുഫാത അൽ ഉറാത അൽ ആലത റിആ അശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ, അതുപോലെ തന്നെ നഗ്നപാതരായ, കാര്യമായ വസ്ത്രമില്ലാത്ത ദരിദ്രരായ ആളുകൾ, ആട്ടിടയന്മാരായ ആളുകൾ, അവർ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ പരസ്പരം മത്സരിക്കലാണ്. യതതാവലൂൻ, ചില ആളുകൾ പറഞ്ഞു യതതാവലൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളത്തിൽ മത്സരിക്കലാണ്. ആർക്കാണ് ഏറ്റവും നീളമുള്ളത്, ആരുടെ കെട്ടിടമാണ് ഏറ്റവും ഉയരമുള്ളത്, അതിൽ മത്സരിക്കലാണ്. എന്നിട്ട് അവസാനം ആ ഹദീസിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിയോട് പറഞ്ഞു, ഇതാ വന്നത് ജിബ്രീലാണ്, യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീന് പഠിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ അന്ത്യനാളിനെ കുറിച്ചുള്ള പഠനം ദീനി വിജ്ഞാനത്തിൻ്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിനുള്ള തെളിവാണത്. അതുകൊണ്ടാണ് ദലായിലുൻ നുബുവയുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസുകൾ പണ്ഡിതന്മാർ ധാരാളം നൽകിയതായി കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ നബിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ വിവരിക്കുമ്പോൾ അന്ത്യനാളുടെ അടയാളങ്ങൾ അവിടുന്ന് പറഞ്ഞു എന്നത് അവർ ഉദ്ധരിച്ചത് കാണാം. കാരണം അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്, അവിടുന്ന് നബിയായിരുന്നു എന്നത്. മാത്രമല്ല അന്ത്യനാളുടെ അടയാളങ്ങൾ നമ്മെ പരലോകത്തിനു വേണ്ടി തയ്യാറെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോന്ന് നടക്കുന്നത് കാണുമ്പോൾ അത് നമ്മെ പരലോകത്തിനു വേണ്ടി തയ്യാറെടുക്കാൻ പ്രേരിപ്പിക്കും. മാത്രമല്ല അന്ത്യനാളുടെ അടയാളങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അപ്പോൾ നീ എന്തു ചെയ്യണം, അത് ഈ ഹദീസുകളിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പല അർത്ഥത്തിലും പഠിക്കാൻ ഏറെ അർഹമായ വിഷയമാണ് ഇശ്റാത്തു അസ്സാഅ എന്നത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പണ്ഡിതന്മാർ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇശ്റാത്തു അസ്സാഅ അസ്സുഗ്റ, രണ്ട് ഇശ്റാത്തു അസ്സാഅത്തുൽ കുബ്ര, അല്ലെങ്കിൽ അൽ അശ്റാത്തു സുഗ്റ വൽ അശ്റാത്തുൽ കുബ്ര. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ അതിൽ ചിലത് ചെറിയ അടയാളങ്ങളാണ്. രണ്ടാമത്തേത് അൽ അശ്റാത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ. ചെറിയ അടയാളങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉള്ള കാലഘട്ടം മുതലേ ആരംഭിച്ചിട്ടുണ്ട്. വലിയ അടയാളങ്ങൾ അവ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ചില അസറുകളിൽ വന്നതുപോലെ ഒരു മുത്തിൻ്റെ ഒരു മുത്തുമാലയുടെ കണ്ണി പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുത്തുകൾ എങ്ങനെ വേഗത്തിൽ ഉതിർന്നു വീഴുമോ അതുപോലെ ബാക്കിയുള്ളതെല്ലാം സംഭവിക്കുന്നതാണ്. അന്ത്യനാൾ വലിയ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ത്യനാൾ പെട്ടെന്ന് സംഭവിക്കും, കുറഞ്ഞ സമയം മാത്രമായിരിക്കും പിന്നെ ബാക്കിയുണ്ടാവുക. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ആദ്യത്തേത് അൽ അശ്റാത്തു സുഗ്റ, ചെറിയ അടയാളങ്ങളാണ്. ചെറിയ അടയാളങ്ങൾ ഉലമാക്കൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് അശ്റാത്തുൻ അൽ അശ്റാത്തുൽ ബഈദ, അന്ത്യനാളിന് ഏറെ മുൻപ് സംഭവിച്ചു കഴിഞ്ഞ അടയാളങ്ങൾ. ഈ അടയാളങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള ധാരാളം അടയാളങ്ങളുണ്ട്. അതിൽ ചിലത് മാത്രം, എല്ലാ അടയാളങ്ങളും പറയാന്നുള്ളത് പ്രായോഗികമല്ല. കാരണം പണ്ഡിതന്മാർ ഉലമാക്കൾ അവരുടെ കിതാബുകൾ സുബ്ഹാനല്ലാഹ് ഈ വിഷയം വിശദീകരിച്ച ഹദീസുകൾ എടുത്തു നോക്കിയാൽ അന്ത്യനാളുടെ അടയാളങ്ങൾ 100-നോടടുത്ത അടയാളങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. ഇതെല്ലാം പറയാന്നുള്ളത് പ്രായോഗികമല്ല. പക്ഷേ പ്രധാനപ്പെട്ട ചിലത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാം. അന്ത്യനാളുടെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം, ഒന്നാമത്തെ അടയാളം, ചെറിയ അടയാളങ്ങളുടെ ആരംഭം ഉണ്ടായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമാണ്. അവിടുന്ന് അള്ളാഹു അവിടുത്തെ നിയോഗിച്ചു എന്നതാണ്. കാരണം അവിടുന്ന് ഖാതമുൻ നബീനാണ്, നബിമാരിൽ അന്തിമനാണ്. ഇനിയൊരു നബി വരാനില്ല, അവിടുത്തേക്ക് ശേഷം ഇനിയൊരു നബിയില്ല. അപ്പം അന്ത്യനാളുടെ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിക്കപ്പെട്ടു എന്നതാണ്. ബഅസത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് ഉദ്ധരിച്ച ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅ കഹാതൈൻ, ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് വിരലുകൾ പോലെയാണ്, കഹാതൈൻ. എന്നിട്ട് അവിടുന്ന് തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഈ രൂപത്തിൽ കാണിച്ചു.
ഈ 2 വിരലുകൾ ഏതുപോലെയാണോ അതുപോലെയാണ് ബുഇസ്തു അന വസ്സാ, ഞാനും അന്ത്യനാളും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ത്യനാൾ, അതിന് സമയം ഇനി അധികമില്ല. ഒരു അടയാളം അതാണ്. രണ്ടാമത്തെ അടയാളങ്ങളിൽ രണ്ടാമത് പറയാവുന്ന പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട അടയാളമാണ് ചന്ദ്രൻ പിളർന്നു എന്നത്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അവിടുന്ന് ചന്ദ്രൻ അത് 2ആയി പിളർന്ന രൂപത്തിൽ കാണിച്ചു കൊടുത്തവർക്ക്. അത് ഖുർആനിൽ വന്ന കാര്യമാണ്. ഇഖ്തറബത്തിസ് സാഅ വൻഷഖൽ ഖമർ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. മൂന്നാമത്തേത് അന്ത്യനാളുടെ അടയാളങ്ങളിൽ മൂന്നാമത്തെ അടയാളം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഉഅ്ദുദ് സിത്തൻ ബൈന യദൈ സാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപ് 6 കാര്യങ്ങൾ നീ എണ്ണി വെച്ചോളൂ. 6 കാര്യം സംഭവിക്കും. ഒന്ന് അവിടുന്ന് പറഞ്ഞു, മൗതി, എൻ്റെ മരണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം ഉമ്മത്തിൽ അവിടുത്തെ മരണം കൊണ്ടുണ്ടായ പ്രയാസവും അവിടുത്തെ മരണം കൊണ്ടുണ്ടായ ദുരന്തങ്ങളും അത്ര വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പക്കൽ നിന്നുള്ള വഹി അതോടുകൂടി നിലച്ചു. നബൂവത്തിൻ്റെ കണ്ണി അതോടുകൂടി അവസാനിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണത്തിന് ശേഷമാണ് ഇർത്തിദാദ് ഉണ്ടായത്. അറബികൾ ചില ആൾക്കാർ മുർത്തദ്ദായിപ്പോയി. അതുപോലെ തന്നെ സഹാബികൾക്കിടയിൽ പരീക്ഷണങ്ങളുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് കൊല്ലപ്പെടുകയുണ്ടായി. സഹാബികൾക്കിടയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഫിത്നക്കാരായ ചില ആളുകൾ വധിച്ചു കളഞ്ഞു. ഖവാരിജികൾ പുറപ്പെട്ടു, റാഫിള പുറപ്പെട്ടു, മുസ്ലിങ്ങൾ ഭിന്നിച്ചു, ഫിത്നകളുണ്ടായി, ബിദ്അത്തുകളുണ്ടായി, കക്ഷിത്വവും വഴക്കുകളുമുണ്ടായി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അവിടുത്തെ വഫാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം അവിടുന്ന് ഔഫ് ഇബ്നു മാലിക്കിൻ്റെ ഹദീസിൽ തന്നെ പറഞ്ഞു, ഉഅ്ദുദ് സിത്തൻ ബൈന യദൈ സാഅ, അന്ത്യനാളിന് മുൻപ് 6 കാര്യങ്ങൾ എണ്ണി വെക്കുക. അതിലവിടുന്ന് പറഞ്ഞു, സുമ്മ മൂഥാനുൻ ഔ മൗഥാനുൻ, 2 വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, മൂഥാൻ ഔ മൗഥാൻ. സുമ്മ മൗഥാനുൻ യഅഖുദു ഫീകും കഖുആസിൽ ഗനം, നിങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന വ്യാപകമായ മരണമാണ്. മൗഥാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മരണമാണ്, വ്യാപകമായ മരണം, ആളുകൾ ധാരാളമായി മരിക്കാനാണ്. യഅഖുദു ഫീകും കഖുആസിൽ ഗനം, ഒട്ടകങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ആടുമാടുകൾക്കിടയിൽ കാണപ്പെടുന്ന രോഗമാണ് ഖുആസുൽ ഗനം. ഇത് പെട്ടെന്ന് മരിക്കും, രോഗം വന്നാൽ പെട്ടെന്ന് മരിക്കും. ഇതുപോലെ പെട്ടെന്ന് മരണം സംഭവിക്കാൻ കാരണമാകുന്ന ഒരു രോഗം നിങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കും. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്ലേഗാണ്. അത് സംഭവിച്ചത് അംവാസ് എന്ന പ്രദേശത്താണ്. അംവാസ് എന്ന ഗ്രാമത്തിലാണ് അത് ആദ്യമായി കാണപ്പെട്ടത്. സഹാബികൾ ധാരാളം പേര് അതിൽ മരണപ്പെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞു 3 ദിവസം കൊണ്ട് 25,000 ആളുകൾ മരണപ്പെട്ടു. 3 ദിവസം കൊണ്ട് എത്ര പെട്ടെന്നാണ് മരണം, വ്യാപകമായ മരണം സംഭവിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയതിന് തൊട്ടു ശേഷമാണ് സംഭവിച്ചത്. 25,000 ആളുകൾ, അതിന് 1,00,000 ആളുകൾ മുസ്ലിങ്ങൾ അന്ന് മരണപ്പെട്ടു. ആ കാലഘട്ടത്തിൽ അത്തരം ആളുകൾ മരിക്കുക എന്നുള്ളത് വളരെ വലിയ സംഭവമാണ്. അത് ഇതുപോലെ തന്നെയായിരുന്നു. രോഗം വന്നാൽ പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചിരുന്നു. അപ്പോൾ ഈ മരണം, ഈ താഊൻ, ഈ പ്ലേഗ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചു കഴിഞ്ഞ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ അത് വന്നിട്ടുണ്ട്. 5-ാമത്തേത് സംഭവിച്ചു കഴിഞ്ഞ അടയാളങ്ങളിൽ 5-ാമത്തെ ഒരു അടയാളം മദീനയിൽ പുറപ്പെട്ട ഒരു തീയാണ്, അഗ്നിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലാ തഖൂമുസ് സാഅ ഹത്താ
تخرج نار من أرض الحجاز تضيء منها تضيء أعناق الإبل ببصرة لا تقوم الساعة عندنا സംഭവിക്കുകയില്ല حتى تخرج نار من أرض الحجاز ഹിജാസിൻ്റെ ഭൂമിയിൽ ഒരു അഗ്നി പുറപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. എന്താണ് ആ അഗ്നിയുടെ പ്രത്യേകത? അഗ്നിക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? തുദീഉ അനാഖൽ ഇബ്ലി ബി ബുസ്റ, ബുസ്റയിലുള്ള ഒട്ടകത്തിൻ്റെ പൂഞ്ഞ ആ തീ കാരണത്താൽ പ്രകാശിക്കുന്നതാണ്. ബുസ്റ എന്ന് പറയുന്നത് ഇറാഖിലുള്ള ബസറയല്ല. ഇവിടെ ഉദ്ദേശം ദിമഷ്കിലുള്ള ബുസ്റയാണ്. ദിമഷ്ക് എവിടെയാണ്? ഷാമിലാണ്, സിറിയയിലാണ്. ഇവക്ക് രണ്ടിനും ഇടയിൽ ഏതാണ്ട് 1000 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹിജാസിൽ പുറപ്പെടുന്ന, ഹിജാസ് എന്ന മക്ക മദീന ഉൾപ്പെടുന്ന സ്ഥലം, അവിടെ പുറപ്പെടുന്ന ഒരു തീ ഉണ്ട്. ആ തീ പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശത്തിൽ ഷാമിലുള്ള ബുസ്റായിലുള്ള ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പ്രകാശിക്കുന്നതാണ്. അത്ര വലിയ തീ ഉണ്ടായിരുന്നു. ഇത് മദീനയിൽ സംഭവിച്ച കാര്യമാണ്. ഇമാം നവവിയുടെ കാലഘട്ടത്തിലാണത് സംഭവിച്ചത്. അത് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ നവവിയുടെ കാലത്ത് അത് സംഭവിച്ചു അദ്ദേഹം പറഞ്ഞ് ഞാനത് കണ്ട ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് കിതാബുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഷാമിൽ മലമുകളിൽ ഇതിൻ്റെ പ്രകാശം കാണുമായിരുന്നു എന്നാണ് ചില ഉലമാക്കൾ പറഞ്ഞേക്കാണ്. രാത്രികളിൽ ഞങ്ങൾ പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പ്രകാശത്തിൽ, ആ വെളിച്ചത്തിൽ. മദീനയും തമ്മിൽ 1000 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പ്രകാശം ഇത് മദീനയിൽ ഈ തീപിടുത്ത് ഇത് ഇപ്പോഴും അതിൻ്റെ അടയാളങ്ങൾ മദീനയിലുണ്ട് ചില സ്ഥലങ്ങളിൽ. പിന്നെ ഇത് തീ പുറത്തേക്ക് വന്നത്, ഇതിൻ്റെ ലാവ പുറത്തേക്ക് വന്നത്, അതിൻ്റെ കുഴിയും ഗർത്തങ്ങളും ഒക്കെ മദീനയിൽ ഇപ്പോഴും ഉണ്ട്. പോയാൽ കാണാൻ പറ്റും. മദീനയുടെ ഹറമിൻ്റെ അതിന് പുറത്താണ്. അപ്പോൾ അന്ന് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയേക്കാണ് ഇത് ഈ പുറപ്പെട്ട തീ അതിൽ മാംസമിട്ടാൽ അത് വേവുകയില്ല, എന്നാൽ കല്ല് ഉരുകിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ള തീയായിരുന്നു അത്. 52 ദിവസത്തോളം ഈ തീ നിലനിന്നാണ്. 52 ദിവസം ഇതിൻ്റെ ഈ ലാവ ഒലിച്ചിട്ട് മദീനയുടെ ഹറമിൻ്റെ പരിധി വരെ ഏതാണ്ട് എത്തിനാണ്. അങ്ങനെ മദീനയുടെ ഗവർണർ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് മസ്ജിദ് നബിയിൽ ഒരുമിച്ച് കൂടി. ഒരു പേടിച്ചു, മദീനക്കാർ വല്ലാതെ പേടിച്ച സമയമാണ്. അങ്ങനെ അവർ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും ഭരണാധികാരി ജനങ്ങൾക്ക് കൊടുത്തു തീർക്കാനുള്ള അവർക്കിടയിലുള്ള കാര്യങ്ങളിൽ അതിക്രമങ്ങളും മറ്റുമൊക്കെ വിധി കൽപ്പിക്കുകയും മദാലിമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവശപ്പെടുത്തിയ അതിക്രമത്തിലൂടെ കൈവശപ്പെടുത്തിയ സ്വത്തുക്കളൊക്കെ അദ്ദേഹം തിരിച്ചേൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. 52 ദിവസം ഹറമിൻ്റെ പരിധിക്ക് തൊട്ട് മുൻപ് വെച്ചാണ് ഈ തീ അത് നിലച്ചത്. മണ്ണിൽ നിന്നിങ്ങനെ കത്തു വരുന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യമാണ്, സംഭവിച്ച കാര്യമാണ്. നവവി മാത്രമല്ല ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ സംഭവം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ പ്രകാശം, ഇതിൻ്റെ വെളിച്ചം ഇത്ര ദൂരം എത്തിയിരുന്നു എന്നതും അവർ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഇത് സംഭവിച്ചത് ഹിജ്റ 654 ജുമാദൽ ആഖിറയിൽ. അപ്പോൾ ഇതാണ് സംഭവിച്ചു കഴിഞ്ഞ ചില അടയാളങ്ങൾ. ഇതല്ലാതെ പറയും അടയാളങ്ങളുണ്ട്. ഇത് അതിൽ പ്രധാനപ്പെട്ട ചിലതാണ്. രണ്ടാമത്തേത് അൽ അമാറാത്തുൽ മുത്തവസ്സിത്ത ഔൽ അശറാത്തുൽ മുത്തവസ്സിത്ത. അന്ത്യനാളിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിനുമിടയിൽ നടക്കുന്ന, മധ്യത്തിൽ സംഭവിക്കുന്ന, കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന അടയാളങ്ങൾ. അത്തരം അടയാളങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ ഇപ്പോഴും അവ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും വ്യാപകമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അടയാളങ്ങളാണ്. അത് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് 30 അടുത്ത് വരുന്ന കള്ളപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യുബ്അസ ദജ്ജാലൂന കദ്ദാബൂന ഖരീബുൻ മിൻ 30. 30 അടുത്ത് വരുന്ന കള്ളന്മാരായ ദജ്ജാലുകളായ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന അങ്ങേയറ്റത്തെ വഴികേടിൻ്റെ ആളുകളായ 30 ആളുകൾ പ്രത്യക്ഷപ്പെടുന്നതുവരെ, അവർ പുറപ്പെടുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല.
കുല്ലുഹും യസ്ഉമു അന്നഹു റസൂലുള്ളാഹ്, അവരെല്ലാവരും വാദിക്കുന്ന കാര്യം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വാദിക്കുന്ന 30 ആളുകൾ, ശ്രദ്ധിക്കുക, 30 ആളുകൾ എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്ന 30 ആളുകളാണ്. അതല്ലെങ്കിൽ ഒറ്റയും തെറ്റയുമായി ഓരോരുത്തരും അവിടുന്ന് ഇവിടുന്ന് പറയുന്നത് ധാരാളമുണ്ട്, എണ്ണമില്ലാത്ത, അതൊന്നും പരിഗണിക്കേണ്ടതില്ല. എന്നാൽ മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ പരിഗണനീയമായ രൂപത്തിൽ ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞ വലിയ, അതാണ് ദജ്ജാൽ എന്ന പ്രയോഗം ഉണ്ടായത്. ഇവർക്ക് സ്വാധീനമുണ്ടായിരിക്കും, വലിയ ഫിത്ന ഇവരെ കൊണ്ട് സംഭവിക്കും. അങ്ങനെയുള്ള 30 ആളുകൾ പുറപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അതിൽ ചിലരുണ്ടായിട്ടുണ്ട്. മുസൈലിമ, അതുപോലെ തന്നെ അസ്വദുൽ അനസി, മുസൈലിമത്തുൽ കദ്ദാബ്, അതുപോലെ അസ്വദുൽ അനസി, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പുറപ്പെട്ട ആളുകളാണ്. അസ്വദുൽ അനസി അദ്ദേഹം യമനിലാണ് പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് തൊട്ടു മുൻപായി അവൻ കൊല്ലപ്പെട്ടു, അവനെ സഹാബികൾ വധിച്ചതാണ്. അതുപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവൻ കൊല്ലപ്പെടുന്നത്. അതുപോലെ തന്നെ വേറെ പ്രസിദ്ധരായ ആളുകളിൽപ്പെട്ടതാണ് അൽ മുഖ്താർ അസ്സഖഫി. അവൻ വലിയ ആദ്യ കാലഘട്ടത്തിൽ അഹ്ലുൽ ബൈത്തിനോട് സ്നേഹം പറഞ്ഞ് പ്രത്യക്ഷപ്പെടുകയും ജനങ്ങളുടെ വലിയ സ്നേഹം ലഭിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവന് തോന്നി ഞാൻ റസൂലാണ് എന്ന്. ചില ആളുകൾ പറഞ്ഞേക്കാണ്, എൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ സംസാരിക്കാൻ ചെന്നാൽ പറയും ഇപ്പോൾ ഇവിടെ ജിബ്രീൽ ഉണ്ടായിരുന്നു എൻ്റെ പഠിക്കുന്ന ഇപ്പോൾ പോയിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ അത്ര കളവ് പറഞ്ഞിരുന്ന വലിയ ദജ്ജാല്. ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അയാൾ കള്ളപ്രവാചകനാണ് എന്നതിൽ ഒരു സംശയമില്ല. അയാൾ കള്ളപ്രവാചകനായിരുന്നു. നോക്കൂ, അയാൾക്ക് പറയപ്പെടാവുന്ന നബിമാർ ഒരു സമൂഹത്തിൽ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു മാറ്റം അയാളെ കൊണ്ടുണ്ടായിട്ടില്ല. ഒരു നന്മ അയാൾ പുതുതായി പഠിപ്പിച്ചില്ല, ഒരു തിന്മയിൽ നിന്ന് അയാൾ താക്കീത് ചെയ്തില്ല. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ അവർക്കിടയിലെ ഭിന്നിപ്പ് അയാൾ അധികരിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വിട്ടതായിരുന്നു ചെങ്ങാതിനെ. ഇതിനെല്ലാം പുറമെ സനാഉല്ലാ അമൃതസരി റഹിമഹുല്ലാ അദ്ദേഹവുമായി നടത്തിയ മുബാഹലയ്ക്ക് ശേഷം 6 മാസം, എത്ര എനിക്ക് സമയം എനിക്ക് ഓർമ്മയില്ല, കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ മരിക്കുകയാണ് ചെയ്തത്. മുബാഹല എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഹക്കിലാണെങ്കിൽ അള്ളാഹ് എന്നെ കാക്കട്ടെ, ഞാൻ കളവാണ് പറയുന്നതെങ്കിൽ എന്നെ അള്ളാഹ് നശിപ്പിക്കട്ടെ, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കട്ടെ. ഇങ്ങനെ മുബാഹല നടന്നു മിർസ ഗുലാമിനും അതുപോലെ അമൃതസരിക്കും ഇടയിൽ, സനാഉല്ലാ അമൃതസരി റഹിമഹുല്ലാ. അങ്ങനെ അത് നടന്നതിന് ശേഷം ഇയാൾ മരണപ്പെട്ടത് ട്രെയിനിലെ ടോയ്ലറ്റിലാണ്. ആൾക്കാർ പറയും നമ്മളെ നാട്ടിൽ ഏറ്റവും മോശമായൊരു സ്ഥലവും നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റാണ്. ഒരാൾക്ക് കുറച്ച് നേരം പിടിച്ചിരിക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അത് അവിടെയാണ് ഇയാൾ മരിച്ചത്. ഇയാളുടെ മുഅ്ജിസത്തെ ചങ്ങായി പറഞ്ഞിരുന്നത് എനിക്ക് മൂത്രവാർച്ച ഉണ്ട് എന്നുള്ളതാണ്. ആൾക്കാർക്ക് ചിരിക്കാൻ വക നൽകുന്ന കാര്യങ്ങൾ ഇയാൾ പലതും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം ഫിത്നകൾ എങ്ങനെയാണ് ഒരു ബുദ്ധിയുള്ള ഒരാൾ സ്വീകരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറയുന്നു. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. അവിടുന്ന് വ്യക്തമായി പറയുന്നു. എന്നിരിക്കെ എങ്ങനെയാണ് ഒരാൾ ഇത്തരം വാക്കുകളിൽ, ഇത്തരം പിഴവുകളിൽ അകപ്പെടുക എന്നുള്ളത്? ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നതിന് വ്യക്തമായ തെളിവാണത്. അപ്പോൾ ഈ കാലഘട്ടത്തിലും ഇതുപോലെ പലരും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഓരോ സമയത്തായിട്ട്. ഹൈദരാബാദിലെ ഏതോ ഒരു ചങ്ങാതിയുണ്ട്, അയാൾ പറയുന്നു സുബ്ഹാൻ, നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ഇയാളെ പിറകിലുണ്ട്, ഹൈദരാബാദിലോ മറ്റോടാണ്. ഇയാൾ നബിയാണെന്നാണ് പറയുന്നത്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ക്ലീൻ ഷേവായി അങ്ങനെ നടക്കുന്ന ചങ്ങാതി. പക്ഷേ അയാളെ പിറകിൽ ആൾക്കാരുണ്ട്. ലാ ഹൗല വലാ ഖുവത. ആൾക്കാർ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത് നോക്കൂ നിങ്ങൾ. ഏത് ലലാലത്ത് പറഞ്ഞാലും അതിൻ്റെ പിറകിൽ ആൾക്കാരെ കിട്ടും. അതാണ് ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, സുന്നത്ത് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കില്ല, ആളുകൾ അകന്നുപോകും. സുന്നത്ത് പറഞ്ഞാൽ, ഹക്ക് പറഞ്ഞാൽ. എന്നാൽ ഒരു ബിദ്അത്ത്, ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ ആൾക്കാരെ കിട്ടും. അതുകൊണ്ട് തന്നെ ആളുകൾ പിൽക്കാലഘട്ടത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നതാണ്.
ആളെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് കാലത്ത് പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ആളുകളുടെ പൊതുവെയുള്ള ശൈലി, സംസാരത്തിലെ രീതി തന്നെ ഒരു പുതിയ എന്തോ ഉണ്ട്, ഇതുവരെ കാണാത്തത്. ഇങ്ങനെ വെറൈറ്റിയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ദീന് പഴയതാണ്. സഹാബികളും സലഫുകളും മുൻഗാമികളും ഒക്കെ പറഞ്ഞായി കാണാം, അലൈക്കും ബിൽ അംറിൽ അതീഖ്. അതീഖ് എന്ന് പറഞ്ഞാൽ പഴയത് എന്നാണ്. ഏറ്റവും പുരാതനമായതിനെ നിങ്ങൾ സ്വീകരിക്കുക. ദീനിൻ്റെ കാര്യത്തിൽ എത്ര പഴക്കമുണ്ടോ അത്രയും നന്ന്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തോട് എത്ര അടുക്കുന്നോ അത്രയും അത് ഖൈറാണ്. ഈ പറഞ്ഞ 30 ആളുകൾ പുറപ്പെടുക എന്നത് അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു സയകൂനു ഫി ഉമ്മത്തി 30 കദ്ദാബൂൻ. എൻ്റെ ഉമ്മത്തിൽ 30 കള്ളന്മാർ പ്രത്യക്ഷപ്പെടും. കുല്ലുഹും യസ്ഉമു അന്നഹു നബി. അവരെല്ലാം പറയും ഞാൻ നബിയാണ് എന്ന്. വഅന ഖാതമുൻ നബിയീൻ. ഞാൻ നബിമാരിൽ അവസാനത്തെ ആളാണ്. ഖാതം എന്ന വാക്ക് മുദ്ര വെക്കാനാണ്. ഖാതം. ഇതിന് ശേഷം ഇനി നബിയില്ല. ലാ നബിയ ബഅദി. എനിക്കു ശേഷം ഇനിയൊരു നബിയില്ല. അറബി ഭാഷ പഠിച്ചാൽ നിൽക്കറിയാം. ലാ നബിയ ബഅദി. അത് ഏതുപോലെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രയോഗത്തിനോട് സമാനമായ ഗ്രാമറാണ് അവിടെ ഉള്ളത്. നോക്കൂ നിങ്ങൾ. ലാ അല്ലേ, ലാ നബിയ ചേർത്ത് ലാ ഇലാഹ. നബി എന്നുള്ള വാക്ക് നോക്കൂ, ലാ നബിയ അവസാനത്തെ വാക്കിന് ഫത്ഹാൻ. ഇതേപോലത്തെ ലാ ഇലാഹ, ലാ ഫത്ഹാൻ. അത് നഫി ജിൻസാണ്. ആ പറഞ്ഞ ഇനി അങ്ങനെ ഒരു നബിയേ ഇല്ല. ലാ നബിയ ബഅദി. എനിക്ക് ശേഷം ഇനിയൊരു നബിയില്ല. ഖാദിയാനികൾ ഇതിനെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കലുണ്ട്. നിങ്ങൾ അവരോട് പറയാം, ചോദിക്കുക, അവരോട് സംസാരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഇത്ര ഫിത്നകളുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാതെ നിൽക്കുക, ഒഴിവാകും. അറബിയിൽ എനിക്ക് ശേഷം നബിയില്ല എന്ന് ഒരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം എങ്ങനെ പറയേണ്ടത്? വേറൊരു വാക്ക് നിങ്ങൾ പറയും. ഒരു പറയായി അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇതിൻ്റെ അർത്ഥം ഉദ്ദേശം ഇങ്ങനെയാണ്. ശരി, അറബിയിൽ എനിക്ക് ശേഷം ഒരു നബി ഇല്ല എന്ന് പറയണം. എന്ത് ചെയ്യണം അങ്ങനെ പറയണമെങ്കിൽ? ഏത് വാക്ക് ഉപയോഗിക്കണം? ഇതിനേക്കാൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അത് പറയാൻ വേറൊരു പ്രയോഗ ശൈലി ഇനി അറബിയിലുണ്ടാവില്ല. ലാ നബിയ ബഅദി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഏതെങ്കിലും ഇലാഹ് ഉണ്ടെന്നതിൽ സൂചന ഉണ്ടോ? എവിടെയെങ്കിലും ഇലാഹിന് സാധ്യത ഇല്ല. ഒരു തൽക്കാലത്തേക്കുള്ള ഇലാഹ്, അങ്ങനെ ഒരു പ്രയോഗത്തിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ സൂചന ഉണ്ടോ? ഇല്ല. അതേ പ്രയോഗമല്ല നബിയ ബഅദി എന്ന പ്രയോഗത്തിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഈ പറയുന്ന 30 ആളുകളിൽ മിൻഹും 4 നിസ്വ. ഇതിൽ 4 സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നതാണ്. വഇന്നി ഖാതമുൻ നബിയീൻ ലാ നബിയ ബഅദി. ഞാൻ നബിമാരിൽ ഖാതമാണ്, അവസാനത്തെ ആളാണ്. എനിക്ക് ശേഷം മറ്റൊരു നബിയില്ല. എന്നവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഖദ് വുജിദ മിൻ ഹഉലാഇ ഖൽഖുൻ കസീർ ഫി അൽ അസാർ. പല കാലഘട്ടങ്ങളിലായി പലതരം നബിമാർ ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ മിർസ ഗുലാമിന് ശേഷം ലഅനഹുല്ലാഹ്, അയാൾക്ക് മുൻപ് വേറൊരാൾ പ്രത്യക്ഷപ്പെട്ടു ഇന്ത്യയിൽ തന്നെ. ഇയാൾക്ക് വലിയ അനുയായി വൃന്ദുണ്ടായിരുന്നു എന്നാണ്, അയാൾ പേര് ഓർമ്മിട്ടില്ല. ഈ മനുഷ്യൻ്റെ അനുയായികളുടെ വാദം എന്താണെന്ന് വെച്ചാൽ ഇയാളെ നബിയിൽ വിശ്വസിക്കാത്ത ആൾക്കാരെല്ലാം കാഫിറാന്നാണ്, അവരൊക്കെ കൊല്ലണമെന്നാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം, ഇയാൾ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ 1000 ആൾക്കാരുടെ ഇടയിൽ പെട്ടു എന്ന് വിചാരിക്കുക. എന്നാലും ഒരു സാധിക്കുകയാണെങ്കിൽ ഒരു ആയുധം എടുത്തിട്ട് കൊല്ലാൻ ശ്രമിക്കും ചുറ്റുള്ള ആൾക്കാരെ. അത്ര അതിക്രമിയായിരുന്നു ഇയാൾ എന്ന്. ഇങ്ങനെ പല നബിമാർ എന്ന് വാദിക്കുന്ന കള്ളന്മാർ പിൽക്കാലഘട്ടത്തിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും അത് സംഭവിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ഇതിനേക്കാൾ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദജ്ജാലിൻ്റെ ആഗമനം വളരെ അടുത്തു എന്ന് തോന്നിക്കാവുന്ന കാര്യങ്ങളൊന്നാണ്. ആൾക്കാർ നബീനും കൂടിയല്ല ഇപ്പോൾ പറയുന്നത്, പിന്നെ മുദബ്ബിറുൽ ആലം എന്നാണ് പറയുന്നത്. ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ നമ്മളെ ആൾക്കാരാണ്, ഇന്ന ആളാണ്. പറഞ്ഞു എവിടെയാണ് എത്തുന്നത് നോക്കൂ നിങ്ങൾ. ദജ്ജാൽ അവൻ്റെ വരവിന് വഴി തുറക്കുന്നതിന് വേണ്ടിയുള്ള ആമുഖങ്ങളിൽപ്പെട്ടതാണിത്. ദീൻ ഈ രൂപത്തിലാവാന്നുള്ളത് നോക്കൂ നിങ്ങൾ. നമ്മൾ ദജ്ജാലിൻ്റെ ഹദീസുകൾ ചിലപ്പോൾ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. എങ്ങനെ ആളുകൾ ഇത് വിശ്വസിക്കും? ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് കുറേ ഫിത്ന ഉണ്ട് എന്നാണ്, ഇയാൾ കുറേ പരീക്ഷണങ്ങളെ കൊണ്ടുണ്ട്. എന്നാൽ പോലും ചിലപ്പോൾ അല്ലേ നമുക്കൊരു മുസ്ലിമായൊരു മനുഷ്യൻ എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം ഇത്ര അടയാളങ്ങൾ വ്യക്തമായി പറഞ്ഞതിന് ശേഷം ഇയാളെങ്ങനെ വിശ്വസിക്കും?
പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ ഒരു അത്ഭുതം ഇല്ലാതെ, ഒന്നുമില്ലാതെ ഒരു സാധാരണ ലുങ്കി മുണ്ടൂട്ട് നടന്നിരുന്ന, നാട്ടിൽ നടന്നിരുന്ന, ഒരു അത്ഭുതവും കാണിക്കാത്ത ഒരു മനുഷ്യൻ അയാൾ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആൾക്കാരെ കിട്ടുന്നു. അപ്പോൾ പിന്നെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ദജ്ജാലിൻ്റെ കഥ എന്തായിരിക്കും? അയാളെ പിറകിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അത്ഭുതങ്ങൾ ഒരു കാരണവശാലും ഹക്കിനുള്ള തെളിവേ അല്ല. നിങ്ങളത് എന്നും പഠിച്ചു വെക്കുക. അത്ഭുതങ്ങൾ ഒരാൾ ഹക്കിലാണ് എന്നതിനുള്ള തെളിവല്ല. കാരണം ദജ്ജാൽ വലിയ അത്ഭുതം കാണിക്കും, സാഹിറന്മാർ അത്ഭുതങ്ങൾ കാണിക്കും. റബീഅത്ത് ഇബ്നു അനസ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൊന്ന്, അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ ആകാശത്തുകൂടെ പറക്കുന്നത് കണ്ടാൽ നീ അയാൾ വലിയാണെന്ന് പറയരുത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ കിതാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വീകരിക്കുന്നുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാലല്ലാതെ. ഇമാം ഷാഫിഈ ആ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, വലഖദ് ഖസ്സറ റബീഅ പറഞ്ഞത് കുറഞ്ഞുപോയി, അത്ര പോരാ. അദ്ദേഹം പറഞ്ഞു, ആകാശത്തുകൂടെ പറക്കുന്നത് കണ്ടാലും വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും നീ ആൾ അംഗീകരിക്കരുത്. അള്ളാഹുവിൻ്റെ കിതാബ് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് പാലിക്കുന്നുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടുന്നത് വരെ. നോക്കൂ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇവർ വലിയാണെന്ന് പറയുന്ന ആൾക്കാർ, ഒരു മഹല്ലിൽ ഒരു സാധാരണക്കാരൻ അയാളുടെ ജീവിതം ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മഹല്ലിൽ നിന്ന് അയാളെ പുറത്താക്കും. കാരണം 5 വക്ത് നിസ്കരിക്കൂല, റമളാൻ മാസത്തിൽ നോമ്പെടുക്കൂല. വലിയാണെന്ന് പറയുന്ന ആൾ ഒരു മഹല്ല് ഉണ്ടായിരുന്നെങ്കിൽ, സാധാരണക്കാരൻ മനുഷ്യൻ അയാളെ പോലെയാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പം മുസ്ലിം അല്ല എന്ന് ആൾക്കാർ പറയുമായിരുന്നു. അത് വേറെ ഒരു വിഷയമാണ്. രണ്ടാമത്തെ അടയാളം തകാസുറുൽ ഫിത്തനകൾ അധികരിക്കുക എന്നുള്ളതാണ്. ഇത് സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കേണ്ട മിസ്അലകളൊന്നാണ് ഫിത്തനയുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മാത്രം പ്രാധാന്യം നൽകിയ വിഷയങ്ങളിലൊന്നാണ് ഫിത്തനകൾ എന്ന വിഷയം. ഫിത്തനകൾ വരുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ യുഖ്ബദൽ ഇൽം. അന്ത്യനാൾ സംഭവിക്കുകയില്ല ഇൽമ് ഉയർത്തപ്പെടുന്നത് വരെ. നോക്കൂ, എല്ലാത്തിൻ്റെയും തുടക്കം അതിമലാണ്. പല ഹദീസിലും നിങ്ങൾക്കിത് കാണാം, പല ഹദീസുകളും കാണാം. അന്ത്യനാളുടെ ഹദീസുകൾ പലതിലും കാണാം ഫിത്നയുടെ തുടക്കം, എന്ത് പ്രശ്നങ്ങളുടെ തുടക്കമായി അവിടുന്ന് ആദ്യത്തെ അടയാളം പറയുക ഇൽമ് ഉയർത്തപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇൽമ് ഈ പറഞ്ഞ ഫിത്നകളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നിന്നെ സംരക്ഷിക്കുന്നതാണ്. നിനക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. ഇഖ്ലാസ് ഇല്ലെങ്കിൽ വെറുതെ ഇൽമോട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇൽമ് എന്നെ പല ഫിത്നകളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഇൽമു ഉയർത്തപ്പെടുന്നവരെ. വതക്സുറ സലാസിൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നത് വരെ. വയതഖാറബ സമാൻ, കാലം സമയം അടുക്കുന്നത് വരെ. അങ്ങനെ പല വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. വതദ്ഹറൽ ഫിതൻ, ഫിത്ന പ്രകടമാകുന്നത് വരെ. ഒളിച്ചിരിക്കല്ല ആൾക്കാരുടെ ഇടയിൽ. നോക്കൂ, പഴയ കാലഘട്ടങ്ങളിൽ ഒരു ഫിത്ന ഒന്ന് പുറപ്പെട്ട് ആൾക്കാരുടെ ഇടയിൽ ഇത് വ്യാപിക്കാൻ എത്ര സമയം എടുക്കുമായിരുന്നു. എവിടെയെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പിഴവ് പറഞ്ഞാൽ അതൊന്ന് ആൾക്കാരുടെ അടുത്ത് എത്തി, ആൾക്കാർ അവൻ്റെ വർത്തമാനം കേട്ട് അവന് കുറച്ച് അനുയായികളായി, ഇതിനൊരു പ്രചാരകരായി വരാൻ എത്ര സമയമെടുക്കുമായിരുന്നു. ഇന്ന് ഒരു ദിവസം മതി, ചിലപ്പോൾ ഒരു മണിക്കൂർ മതി ഒരു പുതിയ ഫിത്ന ഒന്നാകെ പൊട്ടി പുറപ്പെടാൻ. ഏതെങ്കിലും ഒരാൾ ഏതോ ഒരു ഗ്രൂപ്പിൽ പുറത്തുവിട്ട ഒരു വോയിസ് മതി, ഖലാസ് ഒരു വലിയ സമൂഹത്തെ മൊത്തം ബാധിക്കാവുന്നൊരു പ്രശ്നം അതിൻ്റെ മേലുണ്ടാവാൻ അത് മതിയായിരുന്നു. തദ്ഹറൽ ഫിതൻ, ഫിത്നകൾ പുറത്തേക്ക് പ്രകടമാകും. വയക്സുറൽ ഹർജ്, ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പത്രമാണിത്. വയക്സുറൽ ഹർജ്, കൊലപാതകം വ്യാപിക്കും. വഹുവൽ ഖത്ലുൽ ഖത്ൽ, കൊലപാതകമാണത്, കണ്ണും കയ്യുമില്ലാത്ത കൊലപാതകം. ഹത്ത യക്സുറ ഫീക്കുമുൽ മാൽ ഫയഫീദ്, നിങ്ങൾക്കിടയിൽ അങ്ങനെ സമ്പത്ത് ഒഴുകും. അത് അധികരിച്ചിട്ട് അവസാനം സമ്പത്ത് ഒഴുകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞേക്കണം. അവിടുന്ന് പറഞ്ഞു, ബാദറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം, കട്ട പിടിച്ച ഇരുട്ടുള്ള രാത്രിയെപ്പോലെ ഫിത്നകൾ മുന്നിൽ വരുന്നതിന് മുൻപ് അമലുകളുമായി നിങ്ങൾ ധൃതി കൂട്ടുക. ഫിത്നയിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് പല ഫിത്നകളും സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. എന്താ? ഇബാദത്ത് ചെയ്യുക, ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക, നിസ്കാരം അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാണ്, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലൈ, പ്രയാസഘട്ടങ്ങളിൽ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ അത് കടുക്കുന്ന വേളയിൽ ഇബാദത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ അടുത്തേക്കുള്ള ഹിജ്റ പോലെയാണ്.
കാരണം ജനങ്ങളെ നോക്കൂ നിങ്ങൾ, ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ ഇതിൻ്റെ പുറകിലായിരിക്കും. അത് വായിക്കുക, ഇത് നോക്കുക, അതിൻ്റെ പുറകിൽ ഇതെന്താണ് അവിടെ സംഭവിക്കുക, ഇവിടെ എന്താ സംഭവിക്കുക, ഇതിൻ്റെ പിറകിലായിരിക്കും ആൾക്കാർ. പക്ഷെ അവിടെ നിന്ന് പറയണം ആ സന്ദർഭത്തിൽ ഇബാദത്ത് ചെയ്യാന്നുള്ള എൻ്റെ അടുത്തേക്ക് ഹിജ്റ ചെയ്യുന്നത് പോലെയാണ്. അങ്ങനെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഫിത്ന അധികരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു രാത്രിയിൽ അവിടുന്ന് ഭയന്നുകൊണ്ട് എഴുന്നേറ്റു. ഇസ്തൈഖള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ ഫസഅൻ, അവിടുന്ന് ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്ന് പേടിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ് മാദാ ഫുതിഹത്തിൽ ലൈല മിനൽ ഖസാഇൻ വമാദാ ഉൻസിലത്തിൽ ലൈല മിനൽ ഫിതൻ. അവിടുന്ന് പറഞ്ഞു ഈ രാത്രിയിൽ എത്രയെത്ര ഫിത്നകളാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാലഘട്ടത്തിലെ സ്ഥിതി എന്താണെന്ന് നോക്കി. ഇന്ന് ഫിത്ന നമുക്കൊരു പ്രശ്നമില്ലാതെ ഇരിക്കുന്നു. അതാണ് നമുക്കിത് ഒരു വിഷയമില്ലാതായിരിക്കുന്നു. ഒരു ഈമാനിനെ പരിഗണിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫിത്നയാണ് അവനെ പീഡിപ്പിക്കുന്നത്. കാരണം അവൻ്റെ ദീന് കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഒമൻ യൂഖിദു അസ്ഹാബൽ ഹുജുറാത്ത്, അവിടുന്ന് തൻ്റെ ഭാര്യമാരെ പോയിട്ട് ഉറക്കത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു രാത്രി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു എത്ര വസ്ത്രം ധരിച്ച ആളുകളുണ്ട് പരലോകത്തെത്തിയാൽ, ഉക്കം കാസിയത്തിൻ ഫി ദുനിയ ആരിയത്തും ഫിൽ ആഖിറ, ദുനിയാവിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട് പരലോകത്തെത്തിയാൽ അവർ വിവസ്ത്രരായിരിക്കും. ചില ഉലമാക്കൾ പറഞ്ഞു അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെന്ന പദവി ഇവർക്ക് ദുനിയാവിലുണ്ട്, പക്ഷെ പരലോകത്തെത്തിയാൽ ഈ പദവികളൊന്നും കാര്യമാവുകയില്ല. അവിടെ അമലേ ഉപകരിക്കുള്ളൂ. അവിടെ അമൽ ചെയ്യാൻ, ഫിത്ന വന്നാൽ അമൽ ചെയ്യാൻ. ഹദീസുകൾ കാണാം സഹോദരങ്ങളെ, ഒരു കാലം മനുഷ്യന് വന്നിട്ട് ഫിത്ന വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരു മനുഷ്യൻ ഖബറിന് മുകളിൽ കിടന്ന് അവൻ അതിൻ്റെ മണ്ണിൽ കിടന്ന് ഉരുളുന്നതാണ്. എന്നിട്ട് അവൻ പറയും യാ ലൈതനി മക്കാന, ഞാൻ ഇവൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവിടുന്ന് പറയണം കടം കൊണ്ട് വലഞ്ഞതുകൊണ്ടോ മറ്റെന്തെങ്കിലും പ്രയാസം കൊണ്ടോ അല്ല അവനത് പറയുന്നത്, ഫിത്നയുടെ കാഠിന്യം കാരണത്താലാണ്. ഇത് കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടി കാരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു ഇങ്ങനെ കടുത്ത ഫിത്നകൾ വരുന്ന ഒരു കാലഘട്ടത്തിന് മുൻപ് ഇബാദത്തുകൾ ചെയ്യുക. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ, അന്ന് ഒരാൾ രാവിലെ നേരം പുലരുമ്പോൾ മുഅ്മിനായിരിക്കും, വയുംസി കാഫിറൻ, വൈകുന്നേരമാകുമ്പോൾ അവൻ കാഫിറായിട്ടുണ്ടാവും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ, വൈകുന്നേരം മുഅ്മിനായിട്ടാണ് വന്നത്, രാവിലെ ആയപ്പോൾ അവനത് കാഫിറായിരിക്കും. ഈ അവസ്ഥ ആളുകൾക്ക് സംഭവിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ദീനിൻ്റെ പേരിൽ ലഭിക്കുന്ന കൂട്ടുകെട്ടുകൾ മുറുകെ പിടിക്കുക. നിങ്ങളുടെ ആവശ്യമാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ ആവശ്യമല്ല, നിൻ്റെ ആവശ്യമാണ്. ദീനിൽ നിന്ന് മുറുകെ പിടിക്കാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ എന്തൊക്കെ സംരക്ഷണ കവചങ്ങൾ ആവശ്യമുണ്ട് അതൊക്കെ റെഡിയാക്കി വെക്കുക. അതൊക്കെ നീ തയ്യാറാക്കി വെക്കുക. ദീന് പഠിക്കുക, ഇബാദത്തുകൾ ചെയ്യുക, ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, രാവിലെ രാത്രിയുള്ള വൈകുന്നേരമുള്ള ദിക്റുകളും ഒഴിവാക്കാതിരിക്കുക. എപ്പോഴാണ് മരിക്കാൻ പറയാൻ പറ്റില്ല, എപ്പോഴാണ് മരണമെന്നറിയില്ല. ഇന്ന് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരാൾ മുഅ്മിനാവും, വൈകുന്നേരം ഒരാൾ കാഫിറാവാം. നമ്മളൊപ്പം ദീൻ പറഞ്ഞ അല്ലെങ്കിൽ ദീൻ പഠിച്ച അല്ലെങ്കിൽ ദീൻ നിസ്കരിച്ച ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ ആളെ കാണുന്നില്ല. ചിലപ്പോൾ ഒരു വേള നമ്മൾ അവനെ നോക്കി അസൂയപ്പെട്ടിട്ടുണ്ടായിരിക്കും, ഇവനെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിലും ഈ സമയത്തിലുമുള്ള ഏതൊരു പരിശ്രമവും അതിനൊക്കെ വില നൽകപ്പെടപ്പോഴാണ് ഇതിൽ അവസാനിപ്പിക്കാൻ പറ്റിയല്ല. ഖാത്തിമ, അന്ത്യം ശരിയാക്കാൻ വേണ്ടി നന്നായി അമൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത് ഫിത്നകൾ ഉലമാക്കളെ വരെ ഭയപ്പെടുത്തുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, ഒരു കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖിനെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ ചീത്ത പറയുന്നു എന്നുള്ളത് മാത്രം മതിയായിരുന്നു മുസ്ലിമായ ഒരാൾക്ക്. മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു റാഫിദിയോട്, ഒരു ഷിയയോട് വെറുപ്പ് തോന്നാൻ. ഇന്നത് പറഞ്ഞാൽ ആൾക്കൊരു വില പോലുമില്ല. അബൂബക്കറിനെ, ഉമറിനെ അല്ല, അള്ളാഹിൻ്റെ റസൂലിനെ വരെ ചീത്ത പറഞ്ഞു, കുഴപ്പമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വർത്താനം അങ്ങനെയാണ്.
നീ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ രാഷ്ട്രീയം, ഈ ഒരു നിലപാട് പ്രഖ്യാപിച്ചാൽ മതി. ഏത് കാഫിറായാലും കുഴപ്പമില്ല, അവൻ തനിച്ച താകൂത്താണെങ്കിലും കുഴപ്പമില്ല, നിലപാടുണ്ടായാൽ മതി, അത് മതി. അള്ളാഹുവിൻ്റെ ദീൻ ആൾക്കാർക്കൊരു പ്രശ്നമല്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇതൊന്നും ഒരു വിഷയമല്ല. റളിയല്ലാഹു അൻഹും അജ്മഈൻ. ദീൻ ആളുകൾക്കൊരു പ്രധാനപ്പെട്ട വിഷയമേ അല്ല. എത്ര വേദന ഉണ്ടാക്കുന്ന, എത്ര ദുഃഖകരമായൊരവസ്ഥയാണിത്. ഇപ്പോൾ റാഫിളത്തിനെ കുറിച്ച്, ഷീയകളെ കുറിച്ച് ജനങ്ങളോട് നിങ്ങൾ താക്കീത് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ, നിങ്ങളിത് പറഞ്ഞു നോക്കൂ. ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ല. ആരെ ചീത്ത വിളിച്ചാലെന്ത്? 2 ബോംബ് അവിടെ ഇട്ടാൽ ഖലാസ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഷിഈ രാജ്യത്തിൻ്റെ തലവനായിരിക്കുന്നയാൾ, ഇയാൾക്ക് മുൻപുണ്ടായിരുന്ന ആളുണ്ട്. അവിടെ ഇറാനിൽ ഭരണം ഏറ്റെടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മുടെ ലക്ഷ്യം ഇറാനല്ല, നമ്മുടെ ലക്ഷ്യം മദീനയാണ്. അവിടെ 2 സനമുകളുണ്ട്, അത് എടുത്ത് പുറത്തേക്ക് ഇടുന്നത് വരെ. അയാളുടെ ഈ വാക്ക് പ്രസിദ്ധമായ വാക്കാണ്, ലഅനഹുല്ലാഹ്. അയാൾ പറഞ്ഞ വാക്കാണത്. 2 സനം, 2 വിഗ്രഹങ്ങളുണ്ട്, അത് തോണ്ടി പുറത്തിടുന്നത് വരെ നമ്മുടെ ദൗത്യം അവസാനിക്കുന്നില്ല. അവർ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതും ഇടതുമുള്ള അടുത്ത് ഖബറടക്കപ്പെട്ട അബൂബക്കറിനെ ഉമറിനെയാണ് റളിയല്ലാഹു അൻഹുമ. അവരുടെ ഖബർ തോണ്ടി പുറത്തിടുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഒരു പ്രശ്നമില്ല മുസ്ലിങ്ങൾക്ക്, ഇത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടില്ലേ, എന്താ എത്രയോ വലിയൊരു ആത്മീയ പുരുഷനെ പോലെ കൊണ്ടെടുക്കാൻ ആൾക്കാരെ. അഖീദ എന്നത് ഫിത്നകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. കാര്യങ്ങളാകെ അവ്യക്തമായിരിക്കും. തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, ഫിത്ന പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ഹുക്കമാക്കളും ബുദ്ധിമാന്മാരും വിവരമുള്ളവരും പണ്ഡിതന്മാർക്ക് ഇത് തടുത്തു വെക്കാൻ പറ്റില്ല. ഇത് പിന്നെ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ച് തിരിച്ചു വരും. കുറച്ചു കാലം കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇതങ്ങനെയായിരുന്നു, ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതായിരുന്നില്ല. പക്ഷെ ആരും പറയുന്നത് കേൾക്കാനുണ്ടാവില്ല. ഫിത്നൻ്റെ സമയത്തൊരു പ്രത്യേകതയാണത്. ഇവിടെ നന്നായി ദീൻ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരി മാ യഅലമുഹു ലഹും വയുൻസിറഹും ശർറ മാ യഅലമുഹു ലഹും. ഏതൊരു നബി വന്നിട്ടുണ്ടോ തനിക്കറിയുന്ന ഖൈർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും തനിക്കറിയുന്ന ഷറിൽ നിന്ന് താക്കീത് നൽകുക എന്നതും ആ നബിയുടെ മേൽ ബാധ്യതയായിരുന്നു. എല്ലാ നബിമാർക്കും അതങ്ങനെയാണ്. വഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫി അവ്വലിഹാ. നിങ്ങളുടെ ഈ ഉമ്മത്ത്, നിങ്ങൾക്കുള്ള ആഫിയത്ത്, നിങ്ങളുടെ സൗഖ്യ കാലഘട്ടം അതിൻ്റെ ആരംഭത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജീവിച്ച കാലഘട്ടം. വസയുസീബു ആഖിറഹാ ബലാഉൻ വഉമൂറുൻ തുൻകിറൂനഹാ. എന്നാൽ ഇതിൻ്റെ അവസാന കാലക്കാർ അവർക്ക് കുറേ ബലാഅുകൾ, കുഴപ്പങ്ങൾ സംഭവിക്കും, ഫിത്നകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. വതജീഉൽ ഫിത്ന, അടുത്ത് പറയണം, ഫിത്നകൾ വന്നെത്തും. ഫയുറഖിഖു ബഅദുഹാ ബഅദൻ. അതിൽ ചില ഫിത്നകൾ മറ്റു ചിലതിനെ നിസ്സാരമാക്കി കളയും. എന്നാൽ ഒരു ഫിത്ന ബാധിച്ച് അതിൻ്റെ അടുത്ത ഫിത്ന കണ്ട്, ഒരു ഫിത്ന ബാധിച്ച് നമ്മൾ ആകെ ഞെട്ടിത്തരിച്ച് അതിൻ്റെ മുൻപിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അടുത്തൊരു ഫിത്ന വരും. അത് കാണുമ്പോൾ തൊട്ട് മുൻപുള്ളത് ഒന്നും ആയിരുന്നില്ല എന്ന അവസ്ഥയിലാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫിത്നകൾ നമ്മുടെ പലരുടെയും ഹൃദയങ്ങളെ ബാധിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പഴയ കാലത്ത് നമ്മൾ പലർക്കും അല്ലാത്തൊരാൾ ദ്വാ ചെയ്യാന്ന് പറയുന്നത് എത്ര വേദന ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ ഇതൊന്നല്ല ഇപ്പോൾ പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് എവിടെ? അള്ളാഹുവിനോടൊപ്പം തന്നെ സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ ചേർത്ത് വെക്കാൻ. എന്നാലും ആൾക്കാർക്ക് പ്രശ്നമില്ല. അത്ര പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാണ് പഴയത് എത്ര എളുപ്പമായിരുന്നു, പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോക്കൂ, അതുപോലെ ഇതാ ഇപ്പോൾ ഒരു അൽഹംദുലില്ലാ വലിയൊരു കാലഘട്ടത്തോളം അൽഹംദുലില്ലാ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഷിയാ സ്വാധീനം അവരെ ബാധിച്ചിട്ടില്ല. പണ്ട് ഇത് കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ കൊണ്ടോട്ടി കൈക്കാരെന്ന് പറഞ്ഞിട്ട്. അന്ന് മമ്പുറം തങ്ങൾ
എഴുതിയ എഴുത്തുണ്ട് ഷിയാക്കളെ എതിർത്തുകൊണ്ട്. പഴയ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ, കേരള മുസ്ലിങ്ങൾക്ക് എഴുതി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടാൽ അവർക്ക് വിറകൊള്ളുന്ന കാര്യമായിരുന്നു അബൂബക്കറിനും ഉമറിനും ചീത്ത അറിയാന്നുള്ളത് റളിയല്ലാഹു അൻഹു. പക്ഷേ ഇന്ന് മുസ്ലിങ്ങളെ നോക്കൂ നിങ്ങൾ. ഇന്ന് ചില ആളുകൾ അബൂബക്കറിനെ ഉമറിനെ നല്ലത് പറഞ്ഞാൽ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ നല്ലത് പറഞ്ഞാൽ അവർക്ക് അതുപോലും ഇഷ്ടപ്പെടുന്നില്ല. നല്ലത് പറയുന്നത് വരെ പറ്റുന്നില്ല. മുആവിയയെക്കുറിച്ച് പറയാൻ വയ്യ റളിയല്ലാഹു അൻഹു. ആളുകളുടെ മനസ്സ് ഈ രൂപത്തിൽ മാറ്റപ്പെടുകയാണ്. ഫിത്ന എങ്ങനെയാണ് കടക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ അവിടുന്ന് പറയാൻ ഫിത്ന വരും, എന്നിട്ട് അതിലെ ചിലത് മറ്റു ചിലതിനെ നിസ്സാരമാക്കി കളയും. വതജീഉൽ ഫിത്നതു ഫയഖൂലുൽ മുഅ്മിനു ഹാദിഹി ഹാദിഹി. ഫിത്ന വന്നെത്തുമ്പോൾ മുഅ്മിൻ പറയും ഹാദിഹി, ഇതിൽ ഞാൻ നശിക്കും, ഇതിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാകും. فمن أحب أن يزحزح عن النار ويدخل الجنة فلتأته منيته وهو يؤمن بالله واليوم الآخر. ആരെങ്കിലും നരകത്തിൽ നിന്ന്, ഹദീസിൽ എന്താ വന്നത്, അൻ യുസഹ്സഹ അനിൻ നാർ. ഈ സഹ്സഹ എന്ന പദം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസത്തിൽ ഒരാളെ കരകയറ്റുന്നതിനാണ് സഹ്സഹ എന്ന് പറയുന്നത്. നരകത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽ തഅതിഹി മനിയതുഹു, മരണം അവനെ വന്നെത്തട്ടെ, വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാൾ വിശ്വസിക്കുന്ന അവസ്ഥയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫിത്നകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, മശ്രിഖിലേക്ക്, കിഴക്കുഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, അലാ ഇന്നൽ ഫിത്നത ഹാഹുന, അലാ ഇന്നൽ ഫിത്നത ഹാഹുന മിൻ ഹൈസു യത്ലുഉ ഖർനു ശൈത്താൻ. അറിയുക, ഫിത്ന ഇവിടെ നിന്നാണ് വരിക. അവിടുന്ന് കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഫിത്ന ഇവിടെ നിന്നാണ് വരിക. പിശാചിൻ്റെ കൊമ്പ് ഉദിക്കുന്ന സ്ഥലം, അവിടെ നിന്നാണ് ഫിത്ന വരിക. ഹദീസുകൾ, പല ഹദീസുകളും കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിയത് ഇറാഖിലേക്കാണ്, ഇറാഖിൻ്റെ ഭാഗത്തേക്കാണ്, മശ്രിഖിലേക്ക്. മദീനയിൽ നിന്ന് ചൂണ്ടുമ്പോൾ ഖേദകരമായ കാര്യം, ഈ ഹദീസ് വെച്ചിട്ടാണ് ആളുകൾ, വഹാബികൾ, അവരാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയാറുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു വഹാബ് നജിദിൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ഈ പറഞ്ഞ പ്രദേശത്തല്ല ഉള്ളത്. മാത്രമല്ല, ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് അത്ര കൃത്യമായി യോജിപ്പുള്ളതാണ്. ഫിത്നകളെല്ലാം പുറപ്പെട്ടത് മശ്രിഖിൽ നിന്നാണ്. പഴയ കാലഘട്ടം മുതൽ, സ്വഹാബത്തിൻ്റെ കാലഘട്ടം മുതൽ ഫിത്നകളുടെ ആഗമനം, അതിൻ്റെ ഉത്ഭവ സ്ഥാനം, അത് പ്രചരിക്കുന്ന സ്ഥാനം, അതിന് സ്വീകാര്യത ലഭിക്കുന്ന സ്ഥാനം മശ്രിഖായിരുന്നു. റാഫിളത്ത് അവിടെ നിന്നാണ് ഉടലെടുത്തത്. അതുപോലെ തന്നെ ഖവാരിജുകൾ പുറപ്പെട്ടത് അവിടെ നിന്നാണ്. ബാത്തിനിയാക്കൽ പുറപ്പെട്ടത് അവിടെ നിന്നാണ്. ഖദരിയത്ത് അവിടെ നിന്നാണ് ഉദിച്ചത്. ജഹ്മിയത്ത് അവിടെ നിന്നാണ് ഉടലെടുത്തത്. മുഅ്തസില അവിടെയാണ് വളർന്നു വന്നത്. ഇതൊക്കെ ഇറാഖിൽ, കൂഫയിലും ബഗ്ദാദിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടായത്, ഈ ഫിത്ന വ്യാപിച്ചത്. സഹാബികൾ ചിലർ പറഞ്ഞേക്കണം, സഹാബികളാണോ അല്ല താബിഈങ്ങളാണോ എന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞേക്കാണ്, ഞങ്ങളുടെ അടുത്ത് നിന്ന് ഹിജാസിൽ നിന്ന് ഒരു ഹദീസ് പുറത്തു പോകും, അതിനൊരു ചാണ് വലുപ്പം ഉണ്ടാവുള്ളൂ. കൂഫ കറങ്ങി വന്നാൽ അതിന് മുഴം നീളം വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം കള്ള ഹദീസുകളുടെ ഫാക്ടറി ആയിരുന്നു. ഒന്ന് അവിടെ കറങ്ങി വന്നാൽ ഹദീസിന് നീളം കൂടിയിട്ടുണ്ടാവും. മാത്രമല്ല, പിന്നീടും പിൽക്കാലഘട്ടത്തിലും ഫിത്നയുടെ കേന്ദ്രം മശ്രിഖായിരുന്നു. അനേകം പിഴച്ച വാദങ്ങൾ അവിടെയാണ് ഉടലെടുത്തതും അവിടെയാണ് അതിന് വളർച്ച ലഭിച്ചത്. ഇന്ത്യ പോലുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഖാദിയാനി ചിന്താഗതി ഉടലെടുത്ത ഉടനാണ്. അതുപോലെ തന്നെ ബഹായിയത്ത്, ഇങ്ങനെയുള്ള പിഴച്ചവാദങ്ങളൊക്കെ പുറപ്പെട്ടത്. അതുപോലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു കാലഘട്ടമായിരുന്നു തത്താറുകളുടെ കാലം. ഇവർ പുറപ്പെട്ട അവിടെ നിന്നാണ്, മശ്രിഖിൽ നിന്നാണ്. തർത്താരികൾ വന്നത്, ചങ്കിസ് ഖാൻ്റെ നേതൃത്വത്തിൽ തർത്താരികൾ ഉണ്ടായത് അവിടെ നിന്നാണ്.
കമ്മ്യൂണിസം എന്ന് പറയുന്ന ഫിത്ന, മാർക്സിസം എന്ന് പറയുന്ന ഫിത്ന, ഇത് രണ്ടും അതിന് സ്വാധീനം കിട്ടിയത് അവിടെ തന്നെയാണ്. ചൈനയിലും അതുപോലെ റഷ്യയിലും ഇതൊക്കെ മശ്രിഖിലാണ് ഉൾപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ അവിടുന്ന് വിരൽ ചൂണ്ടി ഈ സ്ഥലത്ത് നിന്നാണ് ഫിത്നകൾ പുറപ്പെട്ടതും അവിടെയാണ് അതിന് സ്വാധീനമുണ്ടായത്. അതുകൊണ്ടാണ് അവിടുത്തെ ഹദീസുകളിൽ വന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിലേക്ക് ഇസ്ലാം അവസാന കാലഘട്ടത്തിൽ മടങ്ങുന്നതാണ്, ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് തിരിച്ചു കയറുന്നത് പോലെ. ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ ഫിത്നകളിൽപ്പെട്ട ദജ്ജാൽ പുറപ്പെടുന്നതും ഇതുപോലെ തന്നെ മശ്രിഖിൽ നിന്നാണ്. യഅജൂജ് മഅജൂജിൻ്റെ വരവും ഉണ്ടാകുന്നത് മശ്രിഖിൽ നിന്നാണ്. മൂന്നാമത്തെ അടയാളം ഇൽമ് കുറയാന്നുള്ളതാണ്. വിജ്ഞാനം, അള്ളാഹുവിൻ്റെ ദീനിലുള്ള അറിവ് കുറയാന്നുള്ളതാണ്. ഇൽമ് എന്ന് ഖുർആൻ ഹദീസിൽ വന്നതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഇൽമെല്ലാം ഖുർആനും ഹദീസും പഠിക്കലാണ്. അതിന് സഹായിക്കുന്ന ഇൽമാണ്. അതാണ് ഖുർആനിലും ഹദീസിലും വന്ന ഇൽമ്. അതിനാണ് പ്രോത്സാഹനം നൽകപ്പെട്ടത്. അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ ഇൽമ് അതാണ്. മറ്റ് ഇൽമുകൾ പഠിക്കുക, ചിലതൊക്കെ പഠിക്കുന്ന അനുവദനീയാണ്, ചിലത് ചില സമയത്ത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഉപകരിക്കുന്ന ചില വിജ്ഞാനങ്ങൾ പഠിച്ചാൽ ദുനിയവിയായ വിജ്ഞാനമായിരിക്കും, പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ പുണ്യം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലും പുകഴ്ത്തി പറഞ്ഞ ഇൽമ ഏതാണ്? അത് ശരീഅത്തിൻ്റെ ഇൽമാണ്, ദീനിൻ്റെ ഇൽമാണ്. അതിനാണ് പ്രതിഫലമുള്ളത്. ആ ഇൽമ പഠിക്കാൻ ഇറങ്ങിയാലാണ് സ്വർഗം എളുപ്പമാക്കും, മലക്കുകൾ ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യും, ആകാശത്തുള്ള പക്ഷികളും കടലിലുള്ള മത്സ്യങ്ങളും ഇസ്തിഗ്ഫാർ, ഇതൊക്കെ ദീനിയായ വിജ്ഞാനത്തിനാണ്. അത് ഒരിക്കലും ഭൗതിക വിജ്ഞാനങ്ങൾക്കല്ല. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, ദീനിയായ ഇൽമാണത്. ദീന് പഠിക്കുന്ന പണ്ഡിതന്മാർ അവർ അള്ളാഹുവിനെ ഭയക്കുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ ഇൽമ്. ഈ ഇൽമ് കുറയുന്നതാണ്. അത് അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശ്റാത്തി സ്സാഅത്തി അൻ യുർഫഅൽ ഇൽമു വയസ്ബുതൽ ജഹൽ. അന്ത്യനാളുടെ അടയാളത്തിൽപ്പെട്ടതാണ് ഇൽമു ഉയർത്തപ്പെടും, വയസ്ബുതൽ ജഹൽ, അറിവില്ലായ്മ യസ്ബുത്ത്, അതായിരിക്കും അറിവായി ആളുകൾക്കിടയിൽ ഉറക്കുക. അറിവ് എന്ന ആളുകൾ വിചാരിക്കുന്നത് ജഹലായി തീരുന്നൊരു കാലം. അറിവുണ്ടാവുന്നില്ല, അത് ഉയർത്തപ്പെടുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊരു വല്ലാത്തൊരു പ്രയാസമുള്ളൊരു കാലഘട്ടമാണത്. നേരെ മനുഷ്യന് അറിവില്ലാന്ന് അറിയുന്ന ഒരാളെ പഠിപ്പിക്കുന്നതും അറിവില്ലെങ്കിലും എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന ഒരാളെ പഠിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജഹൽ രണ്ട് രൂപത്തിലാണ്. ജഹൽ ബസീത്ത്, ജഹൽ മുറക്കബ്. ജഹൽ ബസീത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരാൾ പറയുന്നത് എനിക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല, അത് ജഹൽ ബസീത്താണ്, അവനെ അറിയില്ല എന്നുള്ളൂ, പ്രശ്നമില്ല, പറഞ്ഞു കൊടുക്കുക. ജഹൽ മുറക്കബ് എന്ന് പറഞ്ഞാൽ അവൻ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, ഇത് മുഴുവൻ കേടുവരുത്താണ്. എന്നിട്ട് അവൻ പറയും ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വാദിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് ജഹൽ മുറക്കബ്. അവരെ പഠിപ്പിക്കുക എന്നത് പ്രയാസകരമാണ്. ഇന്ന് ലാ ഹൗല വലാ ഖുവത, ദീനിൻ്റെ ബാക്കി കാര്യങ്ങൾ അമലുകളൊക്കെ അവിടെ നിൽക്കട്ടെ, തൗഹീദിൻ്റെ കാര്യം എടുത്തു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഖൗമ് പറയുന്നത് ഇബ്ലീസിൻ്റെ വാദമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എങ്ങനെയാണത് പറയാൻ പറ്റുന്നത്? നബിമാർ പറഞ്ഞ വാക്കാണത്. അള്ളാഹുവോട് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമാണത്. തൗഹീദ് പറഞ്ഞാൽ ഒരു പറയുന്നത് ഇതാണ് ഷിർക്ക് എന്ന് പറയുന്നൊരു കാലം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സഹോദര ഇത് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ നോക്കുക നിങ്ങൾ. അള്ളാഹനെ ഇബാദത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ആരെ ഇബാദത്ത് ചെയ്യരുത്, വേറെ ആരും ദുആ ചെയ്യരുത്. അതെങ്ങനെയാണ് ഇബ്ലീസിൻ്റെ വാദമാകുന്നത്? അതെങ്ങനെയാണ് ഇബ്ലീസ് പറഞ്ഞ കാര്യമാവുന്നത്? അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടം വരിക എന്നുള്ളത്, അതായത് ദീനിൻ്റെ ഏറ്റവും വലിയ അടിത്തറയാണിത്. അത് നേരെ തിരിച്ച ആളുകൾ പറയാം അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അള്ളാഹുവിനോടെല്ലാം ദുആ ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഖൗമ് പറയാൻ നിങ്ങൾ പുത്തവാദികളാണ്. കാരണം എന്താ? നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിട്ടില്ല.
സഹാബത്ത് ഒരിക്കൽ പോലും അത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഖൗം പറയാണ് നിങ്ങളാണ് പുത്തൻവാദികൾ. എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് നോക്കുന്നത്. ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കടുത്ത രൂപത്തിലാണ്, ഏറ്റവും കഠിനമായ രൂപത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന യദൈ സഅതി ലഅയ്യാമൻ യൻസിലു ഫീഹൽ ജഹൽ. അന്ത്യനാളിന് മുൻപ് കുറച്ച് ദിവസങ്ങൾ വരാനുണ്ട്. യൻസിലു ഫീഹൽ ജഹൽ, അറിവില്ലായ്മ ഇറങ്ങിക്കൊണ്ടിരിക്കും ജനങ്ങൾക്കിടയിൽ. വയുർഫഉ ഫീഹൽ ഇൽം, വിജ്ഞാനം ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. വയക്സുറു ഫീഹൽ ഹർജ്, ജനങ്ങൾക്കിടയിൽ കൊലപാതകങ്ങൾ അധികരിക്കുന്നതാണ്. അത് ഈ ഇൽമു കുറയുന്നതിൻ്റെ അടയാളമാണ്, ആൾക്കാർക്കിടയിൽ കൊലപാതകം അധികരിക്കാന്നുള്ളത്. ഇബ്നു ബത്താൽ റഹിമഹുല്ലാ, അദ്ദേഹം സഹീൽ ബുഖാരിയുടെ ഷർഹ്, സഹീൽ ബുഖാരിക്ക് ധാരാളം ഷർഹുകളുണ്ട്. അതിൽ ബുഖാരിക്ക് എഴുതപ്പെട്ട ഷർഹുകൾ, ആദ്യം എഴുതപ്പെട്ട ഷർഹുകളിലൊന്നാണ് ഇബ്നു ബത്താലിൻ്റെ ഷർഹ്. അത്ര പഴക്കമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദ കുല്ലുഹു ഇഖ്ബാറുൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅശ്റാത്തി സ്സാഅത്തി. അന്ത്യനാളിന്റെ അടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. വഖദ് റഅയ്നാ ഹാദിഹിൽ അശ്റാത്ത ഇയാനൻ വഅദ്റക്നാഹ. അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയാണ്, ഈ പറഞ്ഞ അടയാളം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിവില്ല. അദ്ദേഹം ബുഖാരിക്ക് ഷർഹ് ചെയ്ത് ഏതോ കാലഘട്ടത്തിലുള്ള പണ്ഡിതനാണ്. ഫഖദ് നഖസൽ ഇൽമു വദഹറൽ ജഹൽ, അറിവില്ലായ്മ വ്യാപകമായിരിക്കുന്നു, അറിവ് ജനങ്ങൾക്കിടയിൽ കുറഞ്ഞു പോയിരിക്കുന്നു. അല്ലേ? സുഫിയാൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായിക്കാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഫിത്നയിൽപ്പെട്ടതാണ്. അദ്ദേഹം സുഫിയാൻ പറയാൻ റഹിമഹുല്ലാ, ഈ കാലഘട്ടത്തിൻ്റെ ഫിത്നയിൽപ്പെട്ടതാണ് എന്നെ പോലുള്ള ഒരാൾ നിങ്ങളെ ഉപദേശിക്കേണ്ടി വന്നിരിക്കുന്നു എന്നത്. അദ്ദേഹത്തെ പോലുള്ള സൂക്ഷ്മതയും ജീവിതത്തിൽ തഖ്വയുമുള്ള ഒരാൾ പറഞ്ഞ വാക്കാണത്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്താണ്? ഉപദേശിക്കാൻ ഒരു അർഹതയുമില്ലാത്ത ആളുകളാണ് ഉപദേശിക്കാനിരിക്കുന്നത്. അവരവരുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കിയാൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ്. അല്ലാഹു ഒരിക്കലും വിജ്ഞാനത്തെ ജനങ്ങളിൽ നിന്ന് ഊരിയെടുക്കുകയല്ല ചെയ്യുക, ഹൃദയത്തിൽ പഠിച്ചു വെച്ചത് ഇല്ലാതാക്കുകയല്ല, അങ്ങനെയല്ല സംഭവിക്കുക. വലാകിൻ ബിഖബ്ദിൽ ഉലമാ, പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് അത് സംഭവിക്കുക. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസു റൂസൻ ജുഹാലൻ. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ആലിമീങ്ങൾ ബാക്കിയാകാതെ വരും. അപ്പോൾ ആളുകൾ വിവരമില്ലാത്ത ജാഹിലുകളെ പിടിച്ച് നേതാവാക്കും. ഫസുഇലു, അവരോട് ആളുകൾ വന്ന് ചോദ്യം ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽം, ഒരറിവില്ലാതെ ഫത്വ നൽകും. ഫദല്ലു അദല്ലു, അവർ വഴിപഴക്കുകയും മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്യും. ആളുകൾ ഇന്ന് ഫത്വ പറയാൻ ആൾക്കാർക്ക് ഒരു പേടിയില്ല, ഇത്രയും ധൈര്യത്തിലാണ് ആളുകൾ ഫത്വ നൽകുന്നത്. ഇത്രയും അറിയില്ല എന്ന് പറയുന്നത് ആൾക്കാർക്ക് കേൾക്കാനേ വയ്യ. എവിടെയെങ്കിലും ഒന്ന് കേട്ടാൽ മതി, ഏതെങ്കിലും റീല് കണ്ടതായിരിക്കും, അതും ഫത്വ കൊടുക്കാൻ ആളുകൾക്ക് മതിയായ തെളിവായി. നാലാമത്തെ അടയാളം ജനങ്ങൾ ജാഹലിയത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. ജാഹലിയത്ത് തിരിച്ചു വരിക, അത് അന്ത്യനാളുടെ അടയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇത് അവസാന കാലഘട്ടത്തിൽ ഇതിൻ്റെ പരിപൂർണ സ്ഥിതിയിലെത്തുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, യുർസിലുല്ലാഹു റീഹൻ ബാരിദതൻ മിൻ ഖിബലി ഷ്യാം. ഷ്യാമിൽ നിന്ന്, സിറിയയുടെ ഭാഗം, ഫലസ്തീനും സിറിയൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം, അവിടെ നിന്ന് ഒരു തണുത്ത കാറ്റ് അള്ളാഹു അയക്കുന്നതാണ്. ഫലാ യബ്ഖ അലാ വജ്ഹിൽ അർദി അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഖൈറിൻ ഔ ഈമാനിൻ ഇല്ലാ ഖബളത്ഹു. ഭൂമിക്ക് മുകളിൽ ഒരു അണുമണിത്തൂക്കമെങ്കിലും ഈമാനോ നന്മയോ ബാക്കിയുള്ള ഒരാളുണ്ടെങ്കിൽ ആ കാറ്റ് അവനെ ഏറ്റുകഴിഞ്ഞാൽ ആ കാറ്റ് അവനെ വിടില്ല, അവനെ ബാധിക്കാതിരിക്കുകയില്ല. ആ കാറ്റ് അവനെ ഏറ്റുകഴിഞ്ഞാൽ അവൻ മരണപ്പെടുന്നതാണ്. ഹത്താ ലൗ അന്ന അഹദകും ദഖല ഫീ കബിദി ജബലിൻ ലദഖലത്ഹു അലൈഹി ഹത്താ തഖ്ബിദഹ്. അവനിനി ഒരു മലമുകളിൽ പോയി അതിൻ്റെ ഗുഹക്കുള്ളിൽ ഒളിച്ചിരുന്നാലും ആ കാറ്റ് അവനെ തേടിപ്പിടിക്കുന്നതാണ്.
അങ്ങനെ ആളുകൾ നന്മയുള്ള എല്ലാവരും മരിച്ചു തീർന്ന് അവസാനം ഭൂമിക്കു മുകളിൽ ഏറ്റവും മോശമായ ജനവിഭാഗം ബാക്കിയുള്ളപ്പോഴായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, നിങ്ങൾക്കറിയുമോ മുസ്ലിം ഉമ്മത്ത് ഈ രൂപത്തിൽ നശിക്കുന്നതിൻ്റെ സൂചന അങ്ങനത്തെ ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിക്കു മുകളിൽ ഏറ്റവും ഷിറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ രണ്ട് വിഭാഗമാണ്. ഒന്നാമത്തെ ആളുകൾ അവിടുന്ന് പറഞ്ഞു, അല്ലദീന യത്തഖിദൂന ഖുബൂറ മസാജിദ, തങ്ങളുടെ ഖബറുകൾ മസ്ജിദുകളാക്കുന്നവരാണ് ഒന്നാമത്തെ വിഭാഗം. ഖബർ ആരാധനാ കേന്ദ്രമാക്കുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ കാണുന്നില്ല ആളുകൾ ചെയ്യുന്നത്. ഓരോ നാടുകൾ മരിക്കുമ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു വെച്ചാൽ അത്ര എൻ്റെ ഖബർ ഇന്നടത്താക്കണം, എൻ്റെ ഖബർ ഇന്ന സ്ഥലത്തായിരിക്കണം. സഹാബത്ത് അത് ചെയ്തിട്ടില്ല. അവർ സാധാരണ മുസ്ലിങ്ങളുടെ മഖ്ബറ, മനുഷ്യൻ്റെ നല്ല നീയത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതല്ല അത്. മറ്റു മുസ്ലിങ്ങളുടെ നിന്ന് മാറിയിട്ട് വേറെ ആൾ മാറിക്കാന്നുള്ളത് മുസ്ലിങ്ങളെ മഖ്ബറയിലല്ലാതെ. ഒന്നാമത്തെ വിഭാഗം അവരാണ്, ഭൂമിക്ക് മുകളിൽ ഏറ്റവും മോശം ആൾക്കാർ, ഖബർ മസ്ജിദാക്കുക. രണ്ടാമത്തെ വിഭാഗം ഹദീസിൽ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിക്ക് മുകളിലുള്ള ആളുകളായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഖബറിനു മുകളിൽ ആരാധനാ കേന്ദ്രങ്ങൾ പടുത്തുയർത്തി എന്നതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ നാശത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലും. നിങ്ങൾ മുസ്ലിങ്ങളുടെ അഖീദ തകർക്കുന്നതിൽ ഖബറുകൾക്കുള്ള പങ്ക് നോക്കി നോക്കൂ. ഏത് നാട്ടിലും, നമ്മളെ നാട് മാത്രമാക്കണ്ട, ഏത് നാടുകൾ എടുത്തു നോക്കൂ, മുസ്ലിമീങ്ങളുടെ അഖീദ തകർക്കുന്നതിൽ ഖബറുകൾക്കുള്ള പങ്ക് നിങ്ങൾക്ക് വ്യക്തമാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ ആവർത്തിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഖബറുമായി ബന്ധപ്പെട്ട ഇവരുടെ സ്ഥിതി, ഇവരെത്തിപ്പെട്ടിരിക്കുന്ന സ്ഥിതി നോക്കും. എല്ലാ പിഴവുകളും അതിനോട് ചേർത്തിട്ടാണ്, എല്ലാ വൃത്തികേടുകളും അതിനോട് ചേർത്തിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയബ്ഖാ ശിറാറുൻ നാസ് ഫീ ഖിഫത്തി ത്വയ്രി വഅഹ്ലാമി സിബാ. അങ്ങനെ അവസാനം ജനങ്ങളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ മാത്രം ബാക്കിയാകും. അവരുടെ സ്വഭാവം എങ്ങനെയാണ്? പക്ഷികളെ പോലെയാണ്. അല്ല, പക്ഷിയുടെ പ്രത്യേകത ഖിഫത്ത് ത്വയ്ർ, പക്ഷികൾ ചാടി കളിക്കുന്നത് പോലെ ആയിരിക്കും. കിളികളെ കണ്ടിട്ടില്ല നിങ്ങൾ? അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഇത് തെറിച്ചുകൊണ്ടിരിക്കും, അതേപോലെ ആയിരിക്കും. ഇത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകുമ്പോഴത്തേക്ക് ഇവർ ചാടി പുറപ്പെടും. അങ്ങനെ സ്ഥൈര്യമില്ലാത്ത, സ്ഥിരതയില്ലാത്തൊരു വിഭാഗം ആളുകളായിരിക്കും അവർ. വഅഹ്ലാമി സിബാ, വന്യമൃഗങ്ങളുടെ ബുദ്ധിയുമായിരിക്കും. അങ്ങനെ പരസ്പരം കടിച്ചു കയറാനും കൊന്നു തിന്നാനുമുള്ള ചിന്തയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ചില ജനങ്ങളെ നോക്കിയാൽ കാണാം, ആൾക്കാർക്ക് നാട്ടിൽ യാത്ര ചെയ്യാൻ തന്നെ പേടിയായി തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട്. എന്നിട്ട് അവിടുത്തെ വിശേഷണം എത്ര കൃത്യമാണെന്ന് നോക്കൂ. കിളികളെ പോലെയാണ്, തുള്ളിക്കൊണ്ടേയിരിക്കും. വന്യമൃഗങ്ങളെ പോലെയാണ് കടിച്ചു കയറാൻ വരുന്നത് കണ്ടാൽ. ലാ യഅരിഫൂന മഅറൂഫൻ വലാ യുൻകിറൂന മുൻകർ. അവരുടെ കണ്ണിൽ ഒരു നന്മ നന്മയല്ല, ഒരു നന്മയും നന്മയായി അവർക്കറിയില്ല, ഒരു തിന്മയും തിന്മയായി അവർ കാണുന്നുമില്ല. ഫയതമസ്സലു ലഹുമു ശൈത്താൻ, അവസാന പിശാച് അവരുടെ മുൻപിൽ മനുഷ്യരൂപത്തിൽ വന്നെത്തും. അവസാന കാലത്ത് അവൻ ചോദിക്കും, അലാ തസ്തജീബൂൻ, ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമോ? അവർ ചോദിക്കും, ഫമാ തഅമുറുന, നീ എന്താണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? അവിടുന്ന് പറയാൻ, ഫയഅമുറുഹും ബിഇബാദത്തിൽ ഔസാൻ, അവൻ അവരോട് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പറയും. വഹും ഫീ ദാലിക ദാറുൻ റിസ്ഖുഹും ഹസനുൻ ഐഷുഹും സുമ്മ യുൻഫഖു ഫിസ്സൂർ. അങ്ങനെ അവർ ഈ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ റിസ്ക് ഒഴുകുന്നുണ്ടായിരിക്കും, അവരുടെ ജീവിതം സുഖകരമായിരിക്കും. സുമ്മ യുൻഫഖു ഫിസ്സൂർ, ഇങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോഴായിരിക്കും കാഹളത്തിൽ ഊതപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുക. ഇത് വിജ്ഞാനം ജാഹിലിയ കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ പോകുന്നതിൻ്റെ അവസ്ഥയാണ്. ജാഹിലിയത്തുള്ള അതേ സ്ഥിതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
لا تقوم الساعة حتى تضطرب أليات نساء بني دوس أليات نساء دوس على ذي الخلصة. ذو الخلصة എന്ന വിഗ്രഹം അതിൻ്റെ ചുറ്റും ദൗസുകാരുടെ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കില്ല. വേറെ ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്, ഞാൻ സുദീർഘമാക്കുന്നില്ല. മൂന്നാമത്തെ അന്ത്യനാളുടെ അടയാളങ്ങൾ രണ്ടെണ്ണമാണ്. രണ്ടെണ്ണം ഇതുവരെ പറഞ്ഞു അല്ലേ. ഒന്ന് തുടക്കത്തിലുള്ളത് അൽ ബഈദ, രണ്ട് അൽ മുതവസ്സിത, മൂന്നാമത്തേത് അൽ അമാറാത്തുൽ മുതഅഖിറ, അവസാനത്തിൽ സംഭവിക്കുന്നത്. അതിൽപ്പെട്ടതാണ് പല അടയാളങ്ങളുണ്ട്, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ. അതിലൊന്നാണ് ജസീറത്തുൽ അറബ് ഉപദ്വീപ് അത് പച്ചപ്പും നദികളുമുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു الساعة حتى يكثر المال ويفيض حتى يخرج الرجل بزكاة ماله فلا يجد أحدا يقبلها منه. ഇതൊക്കെ ഏതാണ്ട് ഇതിൻ്റെ തുടക്കം ഇന്ന് കാണാം. അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപ് സമ്പത്ത് ഒഴുകുന്നതാണ്, ആളുകൾക്കിടയിൽ വ്യാപിക്കും. അവസാനം ഒരാൾ തൻ്റെ സക്കാത്തുമായി പുറപ്പെടും, പക്ഷെ അത് സ്വീകരിക്കാൻ ആളെ കാണുകയില്ല. സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകളെ, ദരിദ്രരെ കാണാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. പല നാടുകളിലും അത് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് എന്നിട്ട് സക്കാത്ത് ആളുകൾ അയക്കാൻ തുടങ്ങി, അവരുടെ നാട്ടിലെ ആൾക്കാരെ കിട്ടാതായിട്ട്. വഹത്ത തഊദ അർദുൽ അറബി മുറൂജൻ വഅൻഹാറ. അതുപോലെ തന്നെ അറബ് നാടുകൾ തോട്ടങ്ങളും ഉദ്യാനങ്ങളും നദികളുമുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അതിന് എന്ത് സൂചനയുണ്ട്? ഈ നാട് പഴയ കാലഘട്ടത്തിൽ അറബ് നാടുകൾ വളരെയധികം പച്ചപ്പുണ്ടായിരുന്ന നദികളുണ്ടായിരുന്നതാണ്. ഈ ഇപ്പോൾ റബുൽ ഖാലിയിൽ നടക്കുന്ന ഗവേഷണങ്ങൾ ഈ അടുത്ത കാലത്ത് ആളുകൾ വന്ന റിപ്പോർട്ടിൽ കാണാം. ഇതിൻ്റെ അടിയിൽ പഴയ കാലത്ത് അങ്ങേയറ്റവും വലിയ കാടുണ്ടായിരുന്നു, അത്രയും പച്ചപ്പുള്ള സ്ഥലമായിരുന്നു. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടതായി ഉലമാക്കളും ഹദീസിൽ വന്നിട്ട് കാണാം. രണ്ടാമത്തെ അടയാളങ്ങളിൽ ഒന്ന്, മുഅ്മിനിൻ്റെ സ്വപ്നം സത്യസന്ധമായി പുലരുന്നത് അധികരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ ഇഖ്തറബ അസ്സമാനു ലം തകദ് റുഅയൽ മുസ്ലിമി തക്ദിബ്. അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ മുസ്ലിമായ ഒരാൾ കാണുന്ന സ്വപ്നം അത് കളവാകുക വളരെ കുറവായിരിക്കും. അതുപോലെ പുലരും, കണ്ടത് അതുപോലെ സംഭവിക്കും, അത് അധികരിക്കാൻ തുടങ്ങും. വഅസ്ദഖുകും റുഅയൻ അസ്ദഖുകും ഹദീസ. നിങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ സ്വപ്നം കാണുന്നത് ആരായിരിക്കും? നിങ്ങൾ ഏറ്റവും സത്യം പറയുന്ന ആളായിരിക്കും. നാവ് സത്യം പറയുന്നതിനനുസരിച്ച് സ്വപ്നം സത്യസന്ധമാകും. അപ്പോൾ അത് കാണും. അത് ഹദീസിൽ കാണാം, വിശദീകരിച്ച ഉലമാക്കൾ പറഞ്ഞേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കാലം അധികരിക്കുന്നു, ഇൽമു തീരെ കുറഞ്ഞു, ആളുകൾ ഉപദേശിക്കാൻ ഉലമാക്കളുമില്ല. അപ്പോൾ അവരെ ഹക്കിൽ ഉറപ്പിച്ചു നിർത്താൻ പഴയ കാലഘട്ടങ്ങളിൽ സംഭവിക്കാറുണ്ടായിരുന്നത് പോലെ അത്ഭുതങ്ങളും മറ്റൊക്കെ പഴയ കാലത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ എന്ത് ചെയ്യും? സ്വപ്നങ്ങൾ അധികരിക്കാൻ തുടങ്ങും മുസ്ലിങ്ങളായ ആളുകൾ. മാത്രമല്ല സ്വപ്നം നിങ്ങൾക്കറിയാം എന്തിൽ ഭാഗമാണ്? വഹയിൻ്റെ ഭാഗമാണ്. വഹയിൻ്റെ 40 ജുസ്ഉകളിൽ ഒരു ഭാഗമാണ് എന്ന് ഹദീസിൽ കാണാം. മൂന്നാമത്തെ കാര്യം ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ച കാര്യങ്ങളിലൊന്നാണ് വന്യമൃഗങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമെന്നത് മനുഷ്യന്മാരോട്. അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ തഖൂമു സ്സാഅ ഹത്താ യുകല്ലിമ അസ്സിബാഉ അൽ ഇൻസാ. വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു കാലം വരും, അതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വയുകല്ലിമു അർറജുലു അദബതു സൗതിഹി വശിറാകുൻ അലൈഹി. മനുഷ്യനോട് അവൻ്റെ ചാട്ടയുടെ പിടിയും അതുപോലെ ചെരുപ്പിൻ്റെ വാറും സംസാരിക്കാൻ തുടങ്ങും. വയുഖ്ബിറുഹു ഫഖിദുഹു ബിമാ അഹ്ദസ അഹ്ലുഹു ബഅദഹു. അവൻ്റെ ശരീരഭാഗങ്ങൾ അവൻ്റെ വീട്ടുകാർ ചെയ്ത കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കും. വീട്ടുകാർ അവന് വീട്ടിൽ നിന്ന് പോയ സമയത്ത് ചെയ്ത കാര്യങ്ങൾ. ഈ ഹദീസ് ഉദ്ധരിച്ച് തുവൈജിരി അദ്ദേഹം പറഞ്ഞത്, ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽ അൽബാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം തുവൈജിരി അദ്ദേഹം പറഞ്ഞേക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ഒരാൾ ഇത്തരം ഹദീസിൽ വിശ്വസിക്കുന്നത് നിർബന്ധമാണ്. അള്ളാഹു റസൂൽ കാര്യം പറഞ്ഞാൽ സംഭവിക്കും. ഈ അന്ത്യനാളുടെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണുന്ന ചില ആളുകൾക്ക് കാണുന്ന ഒരു ഇരട്ടത്താപ്പാണ് എന്ത് സമയം.
ചില ആളുകളടുത്ത് കാണുന്ന ഒരു ഇരട്ടത്താപ്പാണ്. സംഭവിച്ച ഹദീസുകളൊക്കെ വലിയ അത്ഭുതത്തിൽ അംഗീകരിക്കും. കണ്ടില്ലേ, നമ്മൾ നബി പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ സംഭവിക്കാത്ത ഹദീസ് കണ്ടാലോ അതൊന്നും സംഭവിക്കില്ല എന്ന് പറയും. പിന്നെ നിനക്കിപ്പോൾ എന്താ വിശ്വാസം? നീ കണ്ട് മാത്രം വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ നീ മുസ്ലിമാണോ? ഇതുവരെ സംഭവിച്ച ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് കണ്ട് ചിലപ്പോൾ ദഈഫായിരിക്കും, ഹദീസ് ദുർബലമായിരിക്കും. എന്നാൽ വരെ അവൻ പറയും കണ്ടില്ലേ ഞങ്ങളെ നബി പറഞ്ഞതാണ്. അത് വിശ്വസിക്കാൻ അവന് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ സംഭവിക്കാത്തതാണെങ്കിലോ അത് അവന് ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമല്ല. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്നുള്ളതാണ് അവൻ്റെ കൺമുന്നിൽ സംഭവിക്കുന്ന കാര്യത്തെക്കാൾ അവന് മനസ്സിന് ഉറപ്പ് നൽകുക. അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ് മറ്റെന്തിനേക്കാളും അവന് ഉറപ്പുള്ളത്. അവൻ്റെ കണ്ണിനേക്കാൾ അവന് ഉറപ്പുള്ളത്, അവൻ്റെ ചെവിയേക്കാൾ അവന് ഉറപ്പുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ ഒരു അടയാളം ഫുറാത്ത് എന്ന യൂഫ്രട്ടീസ് നദിയാണ്. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരു സ്വർണത്തിൻ്റെ മല പുറത്തു വരുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൂഷിക്കുൽ ഫുറാത്തു അൻ യഹ്സിറ അൻ ജബലി മിൻ ദഹബ്. സ്വർണത്തിൻ്റെ ഒരു മല യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് പുറത്തു വരാനായിട്ടുണ്ട്. ഫഇദാ സമിഅ ബിഹി നാസു സാറു ഇലൈഹി. അത് കേട്ടാൽ ജനങ്ങളൊക്കെ അങ്ങോട്ട് പോകും എടുക്കാൻ വേണ്ടിയിട്ട്. ഫയഖൂലു മൻ ഇൻദഹു ലഇൻ തറക്ന الناس يأخذون منه ليذهبن به كله. അപ്പം അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയും ആൾക്കാരെങ്ങനെ വിട്ടാൽ എല്ലാവരും ഇത് എടുത്തു കൊണ്ടുപോകും. പക്ഷെ മനുഷ്യൻ്റെ അവസ്ഥ നോക്കി, ഒരു മല സ്വർണം കിട്ടിയാലും അതിന് തൃപ്തിയാവില്ല, ആൾക്കാരെടുത്തുകൊണ്ടെന്ന് പേടിക്കും. ഫയഖ്തതിലൂന അലൈഹി, അവരതിനു വേണ്ടി യുദ്ധം ചെയ്യും. ഫയുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ 99. 100 ആൾക്കാരുടെ ഒരു സംഘം വന്നാൽ അതിൽ 99 പേര് മരിക്കും. ഹദീസിൽ കാണാം ഇത് യുദ്ധം നടന്ന അവസാനം ഇതിനു വേണ്ടിയിട്ട് പോരാട്ടം നടന്ന് അവസാനം ഗനീമത്ത് കൊണ്ട് ഒരാൾ സന്തോഷിക്കാത്ത ദിവസത്ത്, കാരണം ഒപ്പമുള്ള ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടായിരിക്കും. ഗനീമത്ത് ഒരാൾക്ക് സന്തോഷം നൽകാത്ത സ്ഥിതിയെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വേറെ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു ഫമൻ ഹദറഹു ഫലാ യഖുദ് മിൻഹു ഷൈഅ. ആരെങ്കിലും അതിൻ്റെ അടുത്ത് നിന്നെത്തിയാൽ അതിൽ നിന്ന് അവൻ ഒന്നും എടുക്കരുത്, അതിൽ നിന്നൊന്നും എടുക്കരുത്. അതിന് പല കാരണങ്ങൾ പറയപ്പെട്ടു എന്തുകൊണ്ട് എടുക്കാൻ പാടില്ല. ചില ആളുകൾ പറഞ്ഞു ബൈത്തുൽ മാൽ പെട്ടതാണ്, അതുകൊണ്ട് അവന് അർഹതയില്ല. വേറെ ചിലർ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ആൾക്കാർ യുദ്ധം ചെയ്യും, അപ്പോൾ ദുനിയാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോരടിക്കുക എന്നുള്ളത് ശരിയല്ല. വേറെ ചില ആളുകൾ പറഞ്ഞു ഇത് നിധിയുടെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല, അതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ എടുക്കാൻ പാടില്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് എന്തുകൊണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തേത് പറഞ്ഞു നിർത്താം. ഇത്രയും നമ്മൾ പറഞ്ഞത് അശ്റാത്തു സാഅത്തി സുഗ്റ, ചെറിയ അടയാളങ്ങളാണ്. അന്ത്യനാളുടെ അവസാനത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങളാണ് അശ്റാത്തു സാഅൽ കുബ്ര, വലിയ അടയാളങ്ങൾ. അത് സംഭവിച്ചു ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഒരു മാലയിലെ മുത്തുമണികൾ പൊട്ടിയാൽ താഴെ വീഴുന്നത് പോലെ ഉതിർന്നു വീഴുന്നതാണ്, പെട്ടെന്ന് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഇന്നഹാ ലൻ തഖൂമ അസ്സാഅതു ഹത്താ തറൗ ഖബ്ലഹാ 10 ആയാത്ത്. അന്ത്യനാൾ സംഭവിക്കുകയില്ല അതിനു മുൻപ് 10 അടയാളങ്ങൾ നിങ്ങൾ കാണുന്നത് വരെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തെ ഈ പറഞ്ഞ ഹദീസിൽ വന്നത് അതിൻ്റെ ക്രമത്തിലല്ല, ഹദീസിലുള്ളത് കൃത്യമായ ക്രമത്തിൽ ഓരോന്ന് അവിടുന്ന് 10 അടയാളങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് അദ്ദുഖാൻ, ഒരു പുകയാണ്. 2 അദ്ദജ്ജാൽ. 3 തുലൂഉ ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ്. 3 പറഞ്ഞത് അദ്ദാബ, ഒരു മൃഗം പുറപ്പെടലാണ്. 5 നുസൂൽ ഈസ ഇബ്നു മറിയം ഇറങ്ങലാണ്. 6 യഅജൂജ് മഅജൂജ് അവർ പുറപ്പെടലാണ്. 7 മുതൽ 9 വരെയുള്ളത്, അതിൽ വ്യത്യാസമുണ്ട്. 7 മുതൽ 9 വരെയുള്ളത് സലാസത ഖുസൂഫിൻ, 3 ആഴ്ത്തലുകൾ സംഭവിക്കും. ഭൂമിയിലേക്ക് ആഴ്ത്തുന്ന 3 സംഭവങ്ങൾ ഉണ്ടാവും. ഖസ്ഫും ബിൽ മശ്രിഖ് വഖസ്ഫും ബിൽ മഗ്രിബ് വഖസ്ഫും ബി ജസീറത്തുൽ അറബ്. ഒന്ന് കിഴക്കിലാണ്, മറ്റൊന്ന് പടിഞ്ഞാറിലാണ്, മറ്റൊന്ന് ജസീറത്തുൽ അറബിലാണ്, അറബ് ഉപദ്വീപിലാണ്. വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ, അവസാനത്തേത് യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീയാണ്. തത്റുദുൻ നാസ ഇലാ മഹ്ശരിഹിം, അതാണ് ജനങ്ങളെ മഹ്ശറിലേക്ക് തളിക്കുക. ആ തീ ആളുകളെ മഹ്ശറിലേക്ക് എത്തിക്കുന്നത്.
ഇതിൽ ഈ പറഞ്ഞ 3 ആഴ്ത്തലുകൾ അത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അശ്റാത്തു സഅൽ കുബ്രയുടെ ആമുഖമാണത്. അതിൻ്റെ തുടക്കത്തിൽ സംഭവിക്കുന്ന കാര്യം. ആ 3 കാര്യങ്ങൾ ജസീറത്തുൽ അറബിൽ, മശ്രിഖിൽ, മഗ്രിബിൽ, ജസീറത്തുൽ അറബ്, കിഴക്ക്, പടിഞ്ഞാറ്, ജസീറത്തുൽ അറബ്, ഈ 3 സ്ഥലത്തായി സംഭവിക്കുന്ന ആഴ്ത്തലുകൾ. ഇത് വലിയ അടയാളങ്ങളുടെ ആമുഖമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നതാണ് വലിയ അടയാളങ്ങൾ. അത് ഏറെക്കുറെ ഈ രൂപത്തിലാണ്. ഒന്ന് മഹദിയുടെ വരവാണ്. അത് ഈ ഹദീസിൽ വന്നിട്ടില്ല. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞു വലിയ അടയാളമാണ്. അല്ല, എത്ര വ്യത്യാസമുണ്ട് കേട്ടോ. അതിൽ എത്ര വ്യത്യാസം. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു അല്ല മഹദി അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഒന്ന് മഹദിയുടെ ആഗമനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തദ്ഹബു ദുനിയ ഹത്താ യംലിക്കൽ അറബ റജുലുൻ മിൻ അഹ്ലി ബൈതി. അറബികൾപ്പെട്ട ഒരാൾ ദുനിയാവൊന്നാകെ കീഴടക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. യുവാത്തിഉ ഇസ്മുഹു ഇസ്മി, അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ അതേ പേരായിരിക്കും. വസ്മു അബീഹി ഇസ്മ അബി, അവൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേരായിരിക്കും. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എന്നായിരിക്കും പേര്. യംലഉൽ അർദ അദ്ലൻ വഖിസ്തൻ കമാ മുലിഅത് ജൗറൻ വദുൽമൻ. ദുനിയാവ് അതിക്രമവും അനീതിയും നിറഞ്ഞ സ്ഥിതിയിൽ നിന്ന് അദ്ദേഹം നീതിയും ന്യായവും നിറയുന്ന സ്ഥിതിയിലേക്ക് മാറ്റുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതായി കാണാം. രണ്ടാമത്തേത് മഹദിയുടെ വരവാണ്. ഒന്ന് അതിനുശേഷമാണ് മസീഹുദ് ദജ്ജാലിൻ്റെ വരവുണ്ടാകുന്നത്. മസീഹുദ് ദജ്ജാൽ മനുഷ്യനാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. മസീഹുദ് ദജ്ജാലിൻ്റെ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. പറയാന്നുള്ളത് നടക്കില്ല, ഞാൻ ചുരുക്കി മാത്രം പറയാൻ. അള്ളാഹു സുബ്ഹാനഹു തആല അയാളുടെ കൈകളിലൂടെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അള്ളാഹു അയാൾക്ക് അതിന് കഴിവ് നൽകുന്നതാണ്. എന്നാൽ ഒരു മുഅ്മിനിനെ അയാൾക്ക് വഞ്ചിക്കാൻ സാധിക്കില്ല. ഹദീസിൽ കാണാം, എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് വരെ അവൻ്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതിയത് കാണാൻ സാധിക്കും. എഴുത്തും വായന അറിയില്ലെങ്കിൽ പോലും അവനത് വായിക്കാൻ പറ്റും. മുഅ്മിനായ ഒരാൾക്ക് ഈമാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ കാണാൻ പറ്റും. അയാൾ എല്ലാ നാട്ടിലും പ്രവേശിക്കും, മക്കയും മദീനയും ഒഴികെ. ഈ 2 സ്ഥലത്ത് മാത്രമാണ് അയാൾ കയറാത്തത്. അവനോടൊപ്പം ഒരു തീ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ അഗ്നി യഥാർത്ഥത്തിൽ സ്വർഗമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലാണ്. അവനോടൊപ്പം ഒരു സ്വർഗമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉദ്യാനമുണ്ടായിരിക്കും. അത് യഥാർത്ഥത്തിൽ നരകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു ഫയംകുസു 40, അവൻ 40 സമയം, 40 വരെ, 40 ദിവസമാണോ വർഷമാണോ മാസമാണോ അതവിടുന്ന് പറഞ്ഞില്ല എന്ന് ചില ഹദീസിൽ കാണാം. ദജ്ജാൽ ഭൂമിയിൽ കഴിച്ചു കൂട്ടുന്നതാണ്. ചില ഹദീസിൽ കാണാം ആ 40-ൽ ഒരു ദിവസം ഒരു വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടായിരിക്കും, ഒരു ദിവസം ഒരു മാസത്തിൻ്റെയും ഒരു ദിവസം ഒരാഴ്ചയുടെയും ദൈർഘ്യമുണ്ടായിരിക്കും. ബാക്കി എല്ലാ ദിവസങ്ങളും സാധാരണ ദിവസങ്ങൾ പോലെ ആയിരിക്കും. ഇത്രയും കാലമാണ് മസീഹുദ് ദജ്ജാൽ ഭൂമിയിൽ ഉണ്ടായിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ നബിയ്യിൻ ഇല്ലാ ഖദ് അൻദറഹു ഖൗമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, ഏതൊരു നബിയുണ്ടോ ആ നബിയെല്ലാം എല്ലാ നബിമാരും ദജ്ജാലിൽ നിന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. ലഖദ് അൻദറഹു നൂഹുൻ ഖൗമഹു. നൂഹ് നബി അദ്ദേഹത്തിൻ്റെ ജനതയോട് ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. വലാകിൻ സഅഖൂലു ലക്കും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ. ഒരു നബിയും പറഞ്ഞിട്ടില്ലാത്ത ഒരു അടയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താണ്? തഅലമൂന അന്നഹു അഅവർ. നിങ്ങൾ പഠിച്ചുകൊള്ളുക, അവൻ ഒറ്റക്കണ്ണനായിരിക്കും. ചില ഹദീസുകൾ അവൻ്റെ കണ്ണ് എങ്ങനെയാണെന്ന് വിശദീകരണം വരെയുണ്ട്, ഏത് രൂപത്തിലാണ് അവൻ്റെ കണ്ണ് അടഞ്ഞിട്ടുള്ളത് എന്ന്. വഅന്ന അല്ലാഹ ലൈസ ബിഅവർ. അള്ളാഹു ഒറ്റക്കണ്ണനല്ല. ഇവൻ വന്നിട്ട് ആദ്യം നബിയാണെന്ന് പറയും, പിന്നെ ഞാൻ റബ്ബാണെന്ന് പറയും. ഇതേപോലുള്ള അത്ഭുതങ്ങൾ കാണിക്കും. ഇവനെ വിശ്വസിച്ച ആൾക്കാർക്ക് റിസ്ക് ഉണ്ടായിരിക്കും, ഇവനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് യാതൊരു റിസ്ക്കും ഉണ്ടാവില്ല എന്നാണ്. ഇവന് വിശ്വസിക്കാതെ അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ, ഒരു നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവനോടൊപ്പം ആ നാട്ടിലെ എല്ലാ റിസ്ക്കും അവനോടൊപ്പം പോകുന്നതാണെന്ന്.
ഭക്ഷണം ആളുകൾക്ക് ലഭിക്കാത്ത അവസ്ഥയത്ത് അത്ര വലിയ പരീക്ഷണം ഉണ്ടാകുന്നത്. ഹദീസിൽ കാണാം, സ്ത്രീകളെ വീട്ടുകാർ കെട്ടിയിടേണ്ടി വരുന്നതാണ്. മുഅ്മിനായ ഒരാൾ തൻ്റെ സ്ത്രീയെ കെട്ടിയിടേണ്ടി വരും. ഇങ്ങനത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ ഇവർ വല്ലാതെ സ്വാധീനിക്കും. സ്ത്രീകളെ ഭർത്താക്കന്മാർ വീട്ടിൽ കെട്ടിയിടേണ്ടി വരുന്നതാണ് ഇവൻ്റെ അടുത്തേക്ക് ഫിത്ന കാരണം. അതേപോലെ ദജ്ജാൽ മദീനയിൽ പ്രവേശിക്കില്ല എന്നാണ്. പക്ഷേ ഇവൻ മദീനൻ്റെ അതിരിൽ വന്നു കഴിഞ്ഞാൽ മദീന കുലുങ്ങും. അപ്പോൾ നിഫാഖുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ ഈമാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് രക്ഷപ്പെടാനുള്ള വഴി. ഒരാളിപ്പോൾ മദീനയിൽ പോയി താമസിച്ചു എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടുമോ? ഇല്ല. മദീന സമയത്ത് കുലുങ്ങുന്നതാണെന്നാണ്. മുനാഫിക്കുകളൊക്കെ പുറത്തു പോകുന്നതാണ്, 3 തവണ കൊല്ലുന്നതാണ്. ദജ്ജാൽ വിഷയം വിശദമായ ഹദീസുകൾ കാണാം. മൂന്നാമത്തേത് നുസൂൽ ഈസ. ദജ്ജാലിൻ്റെ പ്രശ്നം കടുത്ത് മഹ്ദിയുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ഒരു പർവ്വതത്തിന് മുകളിൽ അഭയം തേടിയിരിക്കുന്ന സമയത്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമനം ഉണ്ടാകുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നീതിപൂർവ്വം വിധിക്കുന്ന ഹക്കമായി, വിധികർത്താവായി ഇറങ്ങി വരും. 2 മലക്കുകളുടെ ചുമലിൽ കൈകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിറങ്ങുക. സുബ്ഹ് ഹദീസിലൊക്കെ വിശദമായി കാണാം. സുബ്ഹ് ഇഖാമത്ത് കൊടുത്ത് ഇമാം നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും അദ്ദേഹം വന്നിട്ട്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഹദീസിൽ വിവരിക്കപ്പെട്ടുണ്ട്. അതിലൊരു കാര്യം ദജ്ജാലിനെ വധിക്കുക എന്നുള്ളതാണ്. ദജ്ജാലിനെ വധിക്കുക എന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഈസാ നബിയുടെ ആഗമനത്തിന് സൂചനയുണ്ട്. സൂറത്തുൽ സുഖ്റുഫിൽ അല്ലാഹു പറഞ്ഞു, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അന്ത്യനാളിൻ്റെ ഇൽമാണ്, അന്ത്യനാളിൻ്റെ അറിവ് നൽകുന്ന അടയാളമാണ്. ഇബ്നു അബ്ബാസ് അദ്ദേഹം വിശദീകരിച്ചത് ഈസാ നബിയുടെ വരവിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. 4ാമത്തെ അടയാളം യഅജൂജ് മഅജൂജിൻ്റെ പുറപ്പെടലാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുക. മുസ്ലിങ്ങൾക്ക് വലിയൊരു കാലഘട്ടം വരും. റഹാഇൻ്റെ ഭക്ഷണവും വിഭവങ്ങളും അത്ര സുഭിക്ഷമാകുന്നൊരു കാലം വരും. വലിയ ഫലങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. ഒരു ഫലം തന്നെ ഇത്ര ആളുകൾക്ക് ഭക്ഷിക്കാൻ അത് മതിയാവും. അത്ര ബറക്കത്ത് ഭക്ഷണത്തിലുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് യഅജൂജ് മഅജൂജ് പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ ശർറിൻ ഖദ് ഇഖ്തറബ്. അറബികൾക്ക് നാശം, അവരെ ബാധിക്കാനിരിക്കുന്ന ഒരു ഷർറ് അടുത്തെത്തിയിരിക്കുന്നു. ഫുതിഹ മിൻ റദ്മി യഅജൂജ വമഅജൂജ മിസ്ല ഹാദിഹ്. ഇന്നിതാ ഈ ദിവസത്തിൽ യഅജൂജ് മഅജൂജിൻ്റെ മതിൽ, അവരെ തടഞ്ഞു വച്ചിരിക്കുന്ന മതിൽ, അതിൽ നിന്ന് ഇത്ര ഭാഗം തുറന്നിരിക്കുന്നു. വഹല്ലഖ ബി ഉസ്ബുഇഹി അൽ ഇബ്ഹാമി വല്ലത്തി യലിഹ. എന്നിട്ട് അവിടുന്ന് കൈ ഇങ്ങനെ കാണിച്ചു, 2 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്ര യഅജൂജ് മഅജൂജിൻ്റെ മതിലിനിടയിൽ വിടവ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. ഖുർആനിൽ വന്നതാണ്. സൂറത്തുൽ കഹ്ഫിലെ യഅജൂജ് മഅജൂജിനെ കുറിച്ച് പരാമർശമുണ്ട്. 5ാമത്തെ കാര്യം കഅബ തകർക്കുക എന്നുള്ളതാണ്. കഅബ തകർക്കപ്പെടും. അബിസീനിയക്കാരനായ ഒരാളായിരിക്കും. അബിസീനിയ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, എത്തിയോപ്യയൊക്കെ ഉള്ള സ്ഥലം. ഈ അബിസീനിയയിൽ നിന്ന് ആണ് വരുന്ന ഒരാൾ കഅബ തകർക്കുന്നതാണ് എന്ന് ഹദീസിൽ കാണാം. അത് അവസാന കാലഘട്ടത്തിലാണ്. അത് ഹജ്ജ് ചെയ്യാൻ ആളുണ്ടാവില്ല. മക്കയും മദീനയും പരിപൂർണമായും വിജനമാവും. ആൾക്കാർ ആ നാട് ഉപേക്ഷിക്കും. അവിടേക്ക് ഒരാളും വരാത്തൊരവസ്ഥ വന്നെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖർറിബുൽ കഅബത ദു സുവൈഖതൈനി മിനൽ ഹബശ. അബിസീനിയയിൽ നിന്നുള്ള നേരിയ മടമ്പുള്ള ഒരു മനുഷ്യൻ കഅബ തകർക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. അവൻ്റെ മൺവെട്ടി കൊണ്ട് കഅബയുടെ കല്ലുകൾ അവൻ ഇളക്കി മാറ്റുന്നത് ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാണ്. അല്ലാഹു അലം. ചിലർ പറഞ്ഞു പഴയ കാലത്ത് കഅബ തകർക്കാൻ വേണ്ടി എവിടുന്നാ വന്നത്? അബിസീനിയയിൽ നിന്ന് തന്നെയാണ്, അബ്രഹത്ത് കൂട്ടരും. ചിലർ പറഞ്ഞു ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ പൂർണ്ണതയാണ് അതിൽ കാണുന്നത്. അബിസീനിയക്കാരിൽ നിന്ന് തന്നെയാണ് കഅബ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് വന്നത്. ഇയാളും അബിസീനിയയിൽ നിന്നാണ് പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഇതാണ് 5ാമത്തെ അടയാളം. 6ാമത്തെ കാര്യം ദുഖാൻ, ഒരു പുക പുറപ്പെടുക എന്നുള്ളതാണ്. ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഫർതഖിബ് യൗമ തഅതി സ്സമാഉ ബിദുഖാനിൻ മുബീൻ. ആകാശത്തു നിന്ന് വ്യക്തമായ ഒരു പുക വന്നെത്തുന്ന ദിവസം നിങ്ങൾ കാത്തിരിക്കുക. യഗ്ഷന്നാസ ഹാദ അദാബുൻ അലീം. ജനങ്ങളെ പൊതിയുന്നതാണത്.
വേദനയുള്ള ശിക്ഷ തന്നെയാകുന്നു അത്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും വന്നിട്ടുണ്ട്, ഈ ദുഹാൻ, ഈ പുക വന്നെത്തുമെന്നത്. ഏഴാമത്തേത് ഖുർആൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുക എന്നുള്ളതാണ്. ഖുർആൻ ഭൂമിയിൽ മുസ്ഹഫുകളിൽ രേഖപ്പെടുത്തപ്പെട്ട നിലയിലോ മനുഷ്യരുടെ ഹൃദയത്തിൽ മനഃപ്പാടമാക്കപ്പെട്ട രൂപത്തിലോ ഉണ്ടാവുകയില്ല. ഖുർആൻ പൂർണ്ണമായിട്ട് ഒരു ഹർഫ് പോലും ബാക്കിയില്ലാതെ ഉയർത്തപ്പെടും. അതിന് കാരണം ഉലമാക്കൾ പറഞ്ഞു, ആളുകൾ ഖുർആനിനെ അവഗണിക്കും, ഒരാൾ ഓതാനുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ കലാം അവഗണിക്കപ്പെടുന്ന സ്ഥിതിയില്ലാതെ അത് അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞേക്കാണ്, മിൻഹു ബദഅ വ ഇലൈഹി യഊദ്. ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് വന്നത്, അത് അവനിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ചിലർ പറഞ്ഞു അവസാന കാലഘട്ടത്തിൽ ഖുർആൻ ഉയർത്തപ്പെടുന്നതാണ്. ഹദീസിൽ കാണാം, യദ്റുസുൽ ഇസ്ലാമു കമ യദ്റുസു വശ്യു സൗബ്. വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ ഇസ്ലാം നുരുമ്പിപ്പോകുന്നതാണ്. ഹത്ത ലാ യുദ്റ മാ സിയാമുൻ വലാ സലാത്തുൻ വലാ നുസുക്ക്. അങ്ങനെ അവസാന കാലം എത്തിക്കഴിഞ്ഞാൽ നോമ്പ് എന്താണെന്നോ സ്കാരം എന്താണെന്നോ ഹജ്ജ് എന്താണെന്നോ ആളുകൾക്ക് അറിയാൻ പറ്റുകയില്ല. വല യുസ്റ അലാ കിതാബില്ലാഹി ഫി ലൈലത്തിൻ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഒരു രാത്രിയിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടും. ഫലാ യബ്ഖാ ഫിൽ അർദി മിൻഹു ആയ. ഖുർആനിൽ ഒരു ആയത്ത് പോലും ഭൂമിയിൽ ബാക്കിയാകാതെ വരും. എട്ടാമത്തെ കാര്യം തുലൂഉ ശംസി മിൻ മഗ്രിബിഹ. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നതാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നുള്ളതാണ്. അത് സംഭവിക്കുന്നതോടുകൂടി പിന്നെ ഒരാളുടെ ഈമാൻ അയാൾക്ക് ഉപകരിക്കുകയില്ല, പിന്നെ മുഅ്മിനായിട്ട് കാര്യമില്ല. അള്ളാഹു ഖുർആൻ പറഞ്ഞു, യൗമ യാതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുന്ന ആ ദിവസം അതെത്തിക്കഴിഞ്ഞാൽ മനുഷ്യർ അന്ന് അപ്പോൾ വിശ്വസിച്ചതുകൊണ്ട് അത് അവർക്ക് ഉപകരിക്കുകയില്ല. സൂറത്തു അൽ-അൻആമിലെ ആയത്താണ്, 158-ാമത്തെ ആയത്ത്. ചില മുഫസ്സിറുകൾ പറഞ്ഞു ഇവിടെ ഉദ്ദേശം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും അത് കാണാം. അവിടുന്ന് പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുകയില്ല, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ. ഒൻപതാമത്തെ കാര്യം ഖുറൂജുദ്ദാബ്ബ. ചിലർ പറഞ്ഞു ഇത് തൊട്ട് മുൻപാണ്, സൂര്യ ഉദിക്കുന്നതിന് തൊട്ട് മുൻപാണ്. ചിലർ പറഞ്ഞു സൂര്യ ഉദിച്ചതിന് ശേഷമാണ്, ദുഹയുടെ സമയത്താണ്. ചിലർ പറഞ്ഞു അതിന് കുറച്ച് മുൻപാണ്. ഖുറൂജുദ്ദാബ എന്ന് പറഞ്ഞാൽ ഒരു ജീവി പുറപ്പെടും ഭൂമിയിൽ നിന്ന്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. സൂറത്തു അന്നംലിൽ കാണാം, സൂറത്തു നംലിലെ 82-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഇദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തൻ ഫിൽ അർദി തുകല്ലിമുഹും അന്ന അന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. നമ്മുടെ കൽപ്പന വന്നു കഴിഞ്ഞാൽ നാം അവർക്കായി ഭൂമിയിൽ നിന്നൊരു ജീവിയെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അതവരോട് സംസാരിക്കും. തുകല്ലിമു, ഖുർആനിൽ വന്നതാണ് തുകല്ലിമുഹും, അതവരോട് സംസാരിക്കുന്നതാണ്. അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന കാര്യം അത് അവരോട് പറയും. ഇത് വളരെ അവസാനത്തിൽ സംഭവിക്കുന്ന അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലും ഈ പറഞ്ഞ കാര്യം വന്നിട്ടുണ്ട്. ദാബത്തുൽ അർദ് എന്നാണ് അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞത്. 10-ാമത്തെ കാര്യം, ഇതോടുകൂടി ഭൂമിയിൽ ഖിയാമത്തിൻ്റെ അവസാനമെത്തി. യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീ വന്നെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ തത്റുദു നാസ ഇലാ മഹ്ശരിഹിം. ഈ പറഞ്ഞതിൻ്റെ അവസാനം എന്ന് പറയുന്നത് യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീയാണ്. അത് പുറപ്പെടുന്നതോടുകൂടി ജനങ്ങളെ അത് മഹ്ശറിലേക്ക് ഈ തീ ആനയിക്കുന്നത് അല്ലെങ്കിൽ ആട്ടിത്തെളിക്കുന്നതാണ്. ഈ തീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആൾക്കാർ പോയി അവസാനം അവരെല്ലാം മഹ്ശറിൻ്റെ ഭൂമിയിൽ വന്നെത്തുന്നതാണ്. ഇതിന് ശേഷമാണ് കാഹളത്തിൽ ഊതപ്പെടുകയും അന്ത്യനാൾ സംഭവിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതാണ് അന്ത്യനാളുടെ അടയാളങ്ങൾ. അതിൽ ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞ ചില കാര്യം, ഉദാഹരണ മസീഹുദ് ദജ്ജാൽ, അതുപോലെ തന്നെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട മൽഹമത്തുൽ കുബ്ര, വലിയൊരു യുദ്ധം വരാനിരിക്കുന്നു എന്നത്, അതുപോലെ തന്നെ ഫത്തുൽ ഖുസ്തന്തീനിയ, കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കുമെന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ ധാരാളം മഹ്ദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇതൊക്കെ ധാരാളം വിശദമായ ഹദീസുകൾ വരെയും വന്നിട്ടുണ്ട്. അതെന്ത് സംഭവിക്കും, എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, വിശദമായ ഹദീസുകൾ കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഈ രൂപത്തിൽ ചില സന്ദർഭത്തിൽ അവിടുന്ന് ഒരു പ്രസംഗം ഒന്നാകെ ഇത് മാത്രം നടത്തിയിട്ടുണ്ടെന്നാണ്. അതായത് സഹാബികൾ പറയണം, അത് മനഃപ്പാടമാക്കിയവരായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിവുള്ള ആളുകളായി ഗണിക്കപ്പെട്ടിരുന്നത്. കാരണം പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം അവിടുന്ന്
വിശദമായി പറഞ്ഞു എന്നാണ്. ഇത് അവിടുന്ന് ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഈ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്ന പാഠം ഇതിലൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയാണ് അശ്റാത്തു സാ പഠിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലത്ത് കൂടുതൽ പഠിക്കേണ്ടത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞേക്കാണ്, നല്ല ബുദ്ധിയുള്ള 100 ആളുകളെ കിട്ടിയാൽ അവരോട് എനിക്ക് കുറച്ച് ഹദീസുകൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ആ ഹദീസ് അവർ കേട്ട് കഴിഞ്ഞാൽ അവരെ പിന്നെ ഒരു ഫിത്തനയും ബാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വിശദമായി വിവരിച്ചു തന്നിട്ടുണ്ട് ഹദീസുകൾ, എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ സംഭവിക്കും. ചില ഹദീസുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അജബ് തോന്നും, അത്ഭുതം തോന്നിപ്പോൾ. അത്ര പ്രത്യേകിച്ച് ഫിത്തനയുടെ വിഷയത്തിൽ ഹദീസുകൾ, അതുപോലെ മസീഹുദ് ദജ്ജാലിലെ ഹദീസുകൾ, അതുപോലുള്ള ഹദീസുകൾ. ഇത് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരം ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ കൂടുതൽ പഠിക്കാൻ അല്ലാഹു അവസരം നൽകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك حسن الخاتمة ونعوذ بك من سوء الخاتمة. اللهم توفنا مسلمين والحقنا بالصالحين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم إنا نعوذ بك من فتنة المحيا ومن فتنة الممات ومن فتنة المسيح الدجال. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا تقبل منا إنك أنت السميع العليم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم.